സ്റ്റാർട്ട് ചെയ്യല്ലേ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെഷനാണ്. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കും, എല്ലാവരും എക്സാമിൻ്റെ ഒരു ചൂടിലായിരിക്കും. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അവസാന സമയത്ത് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നോക്കി പോകേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ ആണ് കവർ ചെയ്യാനുള്ളത് എന്നാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ അധികവും കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കില്ല, പക്ഷേ എന്തൊക്കെ ആയിരിക്കണം നിങ്ങൾ കവർ ചെയ്യേണ്ടത് ഈ ഒരു ദിവസത്തിൽ, ലാസ്റ്റ് മിനിറ്റിൽ എന്തൊക്കെ നിങ്ങൾ കവർ ചെയ്തിരിക്കണം എന്ന് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇഗ്നോന്റെ എക്സാം ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് പഠിച്ചാലും നമുക്കത് ഉപകാരപ്പെടുന്ന ഒരു എക്സാമാണ് ഇഗ്നോന്റെ എക്സാം. നമുക്ക് എന്ത് പഠിച്ചാലും അത് പോയി അതേ രീതിയിൽ എഴുതി വെച്ചിട്ട് നമുക്ക് വരാൻ പറ്റും. അങ്ങനത്തെ ഒരു ഉപകാരം ഈ ഇഗ്നോന്റെ എക്സാമിനുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വരുന്നു 20 മാർക്കിന്, അതനുസരിച്ച് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് എഴുതി കൊടുക്കാൻ പറ്റും. നമ്മുടെ റിയൽ ടൈം എക്സാമ്പിൾസ് വെച്ച് കോൺസെപ്റ്റുകളെ തട്ടിച്ച് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതൊരു എലക്റ്റീവ് പേപ്പറാണ്. ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരു എലക്റ്റീവ് പേപ്പറാണ്. നമുക്കറിയാം ഇഗ്നോ നമ്മുടെ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പേഴ്സ് ഒക്കെ നമ്മൾ 100 മാർക്കിന് എഴുതേണ്ടി വരും. അപ്പോൾ 100 മാർക്കിന് എഴുതുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് ക്യാരി ചെയ്യും. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് ക്യാരി ചെയ്യുന്നതായിരിക്കും. 5 ക്വസ്റ്റ്യനെ നമ്മൾ എഴുതാണ്ടാവുള്ളൂ. 8 ക്വസ്റ്റ്യൻ വരും. അതിൽ നമ്മൾ 5 എണ്ണം മാത്രം എഴുതിയാൽ മതി. 3 എണ്ണം സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പൊതുവെ നമ്മൾ പഠിക്കുമ്പോൾ ഇഗ്നോന്റെ എല്ലാ മെറ്റീരിയലും, എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ മൊഡ്യൂളും എടുത്തിട്ട്, ഇപ്പോൾ ഒരു 10 ചാപ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 15 ചാപ്റ്റർ 14 ചാപ്റ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്യാം. സെക്ഷൻ എ ആയിട്ടും സെക്ഷൻ ബി ആയിട്ടും ഈക്വലി ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമ്മൾ 2-3 ചാപ്റ്റർ തറവായിട്ട് പഠിക്കാം. രണ്ടാമത്തെ പാർട്ടിൽ നിന്നും 2-3 ചാപ്റ്റർ തറവായിട്ട് പഠിക്കാം. നമ്മുടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരാം. അപ്പൊ നമുക്ക് സെക്ഷൻ എയിൽ നിന്നും എഴുതാൻ പറ്റും, സെക്ഷൻ ബിയിൽ നിന്ന് എഴുതാൻ പറ്റും. സെക്ഷൻ എയിൽ നിന്ന് മിനിമം 2 എണ്ണം എഴുതേണ്ടി വരും. സെക്ഷൻ ബിയിൽ നിന്ന് മിനിമം 2 എണ്ണം എഴുതേണ്ടി വരും. നമുക്ക് 1, 2, 3, 4, 5 ഇങ്ങനെ ആ ഓർഡറിൽ തന്നെ എഴുതാൻ പറ്റുമെന്നില്ല. കാരണം സെക്ഷൻ 1-ൽ നിന്ന് 2 എണ്ണം എഴുതണം, സെക്ഷൻ 2-ൽ നിന്ന് 2 എണ്ണം എഴുതണം, സെക്ഷൻ എയിൽ നിന്ന് 2 എണ്ണം എഴുതണം, സെക്ഷൻ ബിയിൽ നിന്ന് 2 എണ്ണം എഴുതണം. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമുക്കൊരു എളുപ്പ വഴി നോക്കാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും അല്ലെങ്കിൽ നമ്മളെ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് സ്കിപ്പ് ചെയ്യാനൊക്കെ പറ്റും. ഒന്നൊന്നല്ല, 3-4 നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. കറക്റ്റ് അനലൈസ് ചെയ്തിട്ട് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം അങ്ങനെ സ്കിപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വരില്ല. ഞാൻ പറയുന്നത് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ്, നമ്മൾ പ്രയോഗിച്ച് വിജയിച്ചിട്ടുള്ള ഒരു ട്രിക്കാണ് പറയുന്നത്. നമുക്ക് ചില ചാപ്റ്ററുകളൊക്കെ അങ്ങനെ 2 സെക്ഷൻ ആക്കി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ചാപ്റ്ററുകളെ സ്കിപ്പ് ചെയ്തിട്ട് ചില ചാപ്റ്ററുകൾ മാത്രം കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതിൽ ജെൻഡർ സെൻസിറ്റൈസേഷനിൽ നമുക്ക് എങ്ങനെയാണ് കുറച്ച് വിഷയങ്ങൾ കഴിഞ്ഞ PYQs നോക്കിയിട്ട് ഈ വിഷയം ഇത് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നാളത്തെ എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഈ ഒരു സെഷൻ മാത്രം കേട്ടാൽ തന്നെ മതിയാകും. നമുക്കൊരു ബ്രീഫ് ഓവർവ്യൂ, ഈ മെറ്റീരിയലിന്റെ ഒരു ബ്രീഫ് ഓവർവ്യൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ കിട്ടും. അപ്പൊ ഇനി പറയാൻ പോകുന്നത് എക്സാമിനെ കുറിച്ചാണ്. എക്സാം നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 മണിക്കൂർ ഉണ്ടാവും നമുക്ക്, 100 മാർക്കിനാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ക്വസ്റ്റ്യനും ടൈം അലോക്കേറ്റ് ചെയ്ത് എഴുതണം. വെറുതെ നമുക്ക് അവസാന സമയത്ത് നമ്മൾ ആകെ 3 എണ്ണം എഴുതിയിട്ടുണ്ടാവുള്ളൂ, അപ്പോൾ സമയം തീർന്നു പോകും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ടൈം അലോക്കേറ്റ് ചെയ്ത് എഴുതണം. ഒരു ക്വസ്റ്റ്യനും ഒരു 35 മിനിറ്റ്സ് എങ്കിലും കൊടുത്തിട്ട് എഴുതണം. 35 മിനിറ്റ്സ് കൊടുത്ത് എഴുതാൻ പറ്റും നിങ്ങൾക്ക്. ഒരു ക്വസ്റ്റ്യന് 35 മിനിറ്റ്സ് വെച്ച് എഴുതാണെന്നുണ്ടെങ്കിൽ അവസാനം 5 മിനിറ്റ് ബാക്കി വരും. 35 മിനിറ്റിന്റെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പിന്നീട് നിങ്ങൾ 35 മിനിറ്റിന് ശേഷം എഴുതാൻ നിൽക്കരുത്. നിങ്ങൾ അത് അവിടെ നിർത്തിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. മിനിമം
ഒരു ക്വസ്റ്റ്യൻ ഒരു 5 പേജെങ്കിലും എഴുതാം, 4 പേജ് എന്തായാലും എഴുതണം, 5 പേജ് എഴുതാൻ കഴിയുമെന്ന് നോക്കുക. 5 പേജ് എഴുതി കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോകണം. അപ്പോൾ 35 മിനിറ്റ് ഒരു ക്വസ്റ്റ്യന് വെച്ചിട്ട് എഴുതാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ 30 മിനിറ്റ് വെച്ച് എഴുതാം. 30 മിനിറ്റ് വെച്ച് എഴുതിയാൽ അവസാനം അരമണിക്കൂർ ബാക്കി ഉണ്ടാവും. അപ്പൊ നമ്മൾ ചില സമയത്ത് അരമണിക്കൂറിൽ 30 മിനിറ്റിൽ എഴുതി ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാനത്തെ അരമണിക്കൂർ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് ആ കംപ്ലീറ്റ് ആവാത്ത ഭാഗം കംപ്ലീറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ആയിരിക്കും എഴുതേണ്ടത്. 5 ക്വസ്റ്റ്യൻ 100 മാർക്കിന് കൃത്യമായി ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് ആ സെക്ഷൻ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പഠിക്കണം, എഴുതണം. ആദ്യം തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് തന്നെ അവിടെ മാർക്ക് ചെയ്ത് വെക്കണം. ഏത് ക്വസ്റ്റ്യൻ ആണ് ഞാൻ എഴുതുന്നത് മാർക്ക് ചെയ്ത് വെക്കണം. നമ്മൾ അത് തീരുമാനിക്കണം. ആദ്യത്തെ 2-3 മിനിറ്റിൽ തന്നെ അല്ലെങ്കിൽ 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നത് എന്ന് നമ്മൾ തീരുമാനിച്ച് അത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് അതന്നെ എഴുതണം. അവസാന സമയത്ത് ഇനി സെക്ഷൻ ബി എടുത്ത് നോക്കിയിട്ട് 2 ക്വസ്റ്റ്യൻ നമുക്ക് കൺഫ്യൂസ് ആയി, ഇത് എഴുതണോ ഇത് എഴുതണോ നമുക്ക് കൺഫ്യൂസ് ആയി. അപ്പോൾ അത് ലാസ്റ്റ് മിനിറ്റിലേക്ക് നമ്മൾ ആ കൺഫ്യൂഷൻ വെക്കരുത്. നമ്മൾ ആദ്യം തന്നെ ആ കൺഫ്യൂഷൻ ആയിട്ട് തീർക്കണം. ഏതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ അവിടെ ആലോചിക്കാൻ നിൽക്കരുത്, അത് എഴുതണോ മറ്റേത് എഴുതണോ എന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം എന്താണോ മാർക്ക് ചെയ്ത് അതന്നെ അവിടെ എഴുതി പോകുക. അപ്പൊ ഇഗ്നോന്റെ വിഷയമാണ്. നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു കറക്റ്റ് പാറ്റേൺ, ഇവരുടെ സ്കോറിംഗ് രീതി എങ്ങനെയാണ് വരുന്നത് നമുക്ക് കറക്റ്റ് അതിന്റെ ഒരു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ നമുക്ക് തോന്നും പോയിന്റ് വൈസ് ആക്കിയിട്ട് എഴുതിയാലാണ് മാർക്ക് കിട്ടുക, ഒരിക്കലും ചിലപ്പോൾ നമുക്ക് തോന്നും പാരഗ്രാഫിക്കലായിട്ട് എഴുതിയാലാണ് കൂടുതൽ മാർക്ക് കിട്ടുക, ചിലപ്പോൾ തോന്നും നല്ല പഠിച്ച് എഴുതിയാൽ മാർക്ക് കിട്ടും, ചിലപ്പോൾ വെറുതെ കുറെ കത്തിയടിച്ചിട്ട് എഴുതുന്നതിന് അതിന് ചിലപ്പോൾ മാർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇഗ്നോന് അങ്ങനെ ഒരു കറക്റ്റ് സ്കോറിംഗ് പാറ്റേൺ ഇല്ല. നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ ഭാഗത്ത് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ കൃത്യമായി പഠിച്ച് അത് പോയിന്റ് വൈസ് പോയിന്റ് എഴുതിയിട്ട് ആ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പോയിന്റ് ചെയ്താൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് ഒരു പോയിന്റ് ചെയ്താൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ ഒരു 10 പോയിന്റ് അല്ലെങ്കിൽ ഒരു 5, 7, 8 ആ രീതിയിൽ പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും. മാർക്ക് കിട്ടും എന്ന് പറയുമ്പോൾ ഇഗ്നോന്റെ ഒരു നല്ല മാർക്ക് കിട്ടുന്നത് ഒരു ആവറേജ് ഒരു 70% ഒക്കെ കിട്ടുമ്പോഴായിരിക്കും. അതൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ ഇഗ്നോയിൽ അതൊരു നല്ല മാർക്കാണ്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇതിലേക്ക് കടക്കാം. നമ്മൾ പറയാൻ പോകുന്നത് BGDG 172 ജെൻഡർ സെൻസിറ്റൈസേഷനെ കുറിച്ചാണ്. ഇത് സൊസൈറ്റി ആൻഡ് കൾച്ചർ അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇതിൽ നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് PYQs ആണ്. ലാസ്റ്റ് ഇയറുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്, ഏത് ചാപ്റ്ററിൽ നിന്ന് ഏത് തരത്തിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നമ്മൾ ആണ് ഇതിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ്. ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. 1, എക്സ്പ്ലെയിൻ കോൺസെപ്റ്റ്സ് ഓഫ് സെക്സ്, ജെൻഡർ ആൻഡ് ജെൻഡർ റോൾസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഒരു ചോദ്യം, അത് ഡിസംബറിൽ വന്നൊരു ചോദ്യമാണ്. ഡിസംബർ 2024 ഓക്കെ, 2024. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എക്സ്പ്ലെയിൻ ദ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ വിത്ത് എക്സാമ്പിൾ. പിന്നെ ഡിസ്കസ് ദ കാറ്റഗറീസ് ഓഫ് സെക്സ് ആൻഡ് ജെൻഡർ വിത്ത് എക്സാമ്പിൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, സെക്സും ജെൻഡറും ജെൻഡർ റോൾസും സോഷ്യൽ കൺസ്ട്രക്ഷൻ, ഇത് ഇത്ര സംഭവങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ തന്നെ ഒരു സൈഡിലൊക്കെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്താണ് സെക്സ്? സെക്സ് എന്ന് പറയുമ്പോൾ അത് ബയോളജിക്കൽ ആണ്. ബയോളജിക്കൽ ആട്രിബ്യൂഷൻ ഡിസ്റ്റിംഗ്വിഷസ് മെയിൽ, ഫീമെയിൽ ആൻഡ് ഇന്റർസെക്സ്. നമ്മൾ ക്രോമോസോം എന്താണ്? എക്സ് ക്രോമോസോം, XX ക്രോമോസോം ആണോ എങ്കിൽ പെണ്ണ്, XY ക്രോമോസോം ആണോ എങ്കിൽ ആണ് എന്ന് പറയുന്ന ആ ഒരു ബയോളജിക്കൽ ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ, ഇത് ആണാണ് പെണ്ണാണ് എന്നുള്ള സെക്സ് ഓർഗൻ വെച്ചിട്ട് നമ്മൾ ഇത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാണ്, ഇത് ആണാണ് പെണ്ണാണ് എന്നുള്ള. അതിനെ കുറിച്ചാണ് നമ്മൾ സെക്സ് എന്ന് പറയാം. അപ്പോൾ ബേസിക് ആയിട്ട് അത് മനസ്സിലാക്കി വെക്കുക, അതാണ് സെക്സ്. ജെൻഡർ എന്ന് പറയുമ്പോൾ നമുക്ക് സോഷ്യൽ തരുന്ന ഒരു സോഷ്യലി അസൈൻ ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ്. സോഷ്യലി കൺസ്ട്രക്റ്റഡ് ഐഡന്റിറ്റിയാണ്. വുമൻ, മാൻ, നോൺ ബൈനറി എന്ന് പറയുന്ന സംഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ കൾച്ചറലി സോഷ്യലി അസൈൻ ചെയ്ത് വെച്ച സംഭവങ്ങളാണ്. അപ്പൊ അതാണ് ജെൻഡർ എന്ന് മനസ്സിലാക്കി വെക്കുക. ജെൻഡർ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്, സെക്സ് ബയോളജിക്കൽ ആണ്, ആ കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഉള്ളത് ജെൻഡർ റോൾസ് ആണ്. ജെൻഡർ റോൾ പറയുമ്പോൾ എക്സ്പെക്ടഡ് ബിഹേവിയർ ബേസ്ഡ് ഓൺ ജെൻഡർ. ജെൻഡർ ബേസ് ചെയ്തുകൊണ്ടുള്ള ബിഹേവിയർ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത്. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ, വുമൻ ആണെന്നുണ്ടെങ്കിൽ കെയർ ഗിവേഴ്സ് ആയിരിക്കണം. മാൻ ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ് വിന്നേഴ്സ് ആയിരിക്കണം. മാൻ ആണെന്നുണ്ടെങ്കിൽ മാൻ ഈസ് ടു പ്രൊവൈഡ് എന്ന് പറയില്ലേ, കുടുംബത്തെ നോക്കേണ്ടത്, അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ആളുകൾ ആണുങ്ങളാണ് എന്ന് പറയുന്നതും, ആണുങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ഉണ്ടല്ലോ അതിനെ കുറിച്ചാണ് എന്ത് പറയാ, ജെൻഡർ റോൾസ്.
പെണ്ണുങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി, ആണുങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി, ആണുങ്ങൾക്കൊരു പ്രത്യേക റോള്, പെണ്ണുങ്ങൾക്കൊരു പ്രത്യേക റോള്, ഇതിനെ കുറിച്ചാണ് എന്ത് പറയാ, ജെൻഡർ റോൾ എന്ന് പറയാം. ഇതിന് നമ്മുടെ റിയൽ ടൈം എക്സാമ്പിൾ നമുക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്തൊക്കെയാണ് ഇത് ജെൻഡർ റോളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ സാധാ ഉള്ള റോളുകളൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവല്ലോ. അതൊക്കെ എങ്ങനെ എഴുതി കൊടുക്കുക? മാൻ ഈസ് ടു പ്രൊവൈഡ്, വുമൻ ഈസ് ടു കെയർ ഗീവ്, വുമൻ കൂടുതൽ നഴ്സിംഗ് ജോബിലാണ് ഉണ്ടാവുക, അങ്ങനത്തെ റോളുകളാണ് എടുക്കുക. നർച്ചറിങ് ആണ് വുമൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, കുട്ടികളെ വളർത്തുക, പിന്നെ ഒരു നല്ല കുട്ടിയെ റൈസ് ചെയ്യുക, അങ്ങനത്തെ നർച്ചറിങ് ആയിട്ടുള്ള ജോലിയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും. പുരുഷന്മാര് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് കുടുംബം നോക്കുന്ന ആ ഒരു പരിപാടി, അങ്ങനെ അതിനെക്കുറിച്ചാണ് സെക്സ്, ജെൻഡർ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. അതേപോലെ സെക്സ് എന്താണെന്ന് മനസ്സിലായി, ജെൻഡർ എന്താണെന്ന് മനസ്സിലായി. സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ സൊസൈറ്റി നമുക്ക് തരുന്ന ആ ഒരു അട്രിബ്യൂഷൻ ആണ്. വുമൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കണം, മാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, വുമൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിങ്ക് കളർ ഇഷ്ടപ്പെടണം, വുമൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം കാര്യങ്ങളുണ്ടല്ലോ. വുമൻസ് മാത്രം അസൈൻ ചെയ്തിരിക്കുന്ന കുറച്ച് സംഭവങ്ങൾ, അത് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് സൊസൈറ്റി നമ്മളോട് അട്രിബ്യൂട്ട് ചെയ്യാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. മാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയും സൊസൈറ്റി നമ്മളോട് പറഞ്ഞു തരുമ്പോൾ, കൾച്ചർ നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് ഇതിന് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കോൺസെപ്റ്റുകൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സെക്കൻഡ് ചാപ്റ്റർ നോക്കിക്കോളൂ, ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റീസ് ആണ്. അതിൽ വന്ന ചോദ്യം 2024 ഡിസംബറിൽ വന്ന ചോദ്യം, ഈ സെക്ഷുവാലിറ്റി സോഷ്യലി കൺസ്ട്രക്റ്റഡ്? സെക്ഷുവാലിറ്റി സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. അടുത്ത ചോദ്യം, സെക്ഷുവാലിറ്റി പറഞ്ഞാൽ എന്താണ്? ജെൻഡർ മനസ്സിലായി, സെക്സ് മനസ്സിലായി, ജെൻഡർ റോൾസ് മനസ്സിലായി. ഇനി എന്താണ് ഈ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ? സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്ഷൽ ഓറിയന്റേഷനെ കുറിച്ചാണ് സെക്ഷുവാലിറ്റി എന്ന് പറയാം. ഐ മീൻ ഇപ്പോൾ ഹെട്രോസെക്ഷൽ എന്ന് പറയുമ്പോൾ ആണ് പെണ്ണിനോട് തോന്നുന്ന, നമ്മൾ നോർമൽ ആണെന്ന് വിളിക്കുന്ന ആണ് പെണ്ണിനോട് തോന്നുന്ന ആ ഒരു സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ് ഹെട്രോസെക്ഷൽ എന്ന് പറയുന്നത്. ഹോമോസെക്ഷൽസ് ഉണ്ട്, സെയിം സെക്സിലുള്ള ആളുകളോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നതിനെ കുറിച്ച് ഹോമോസെക്ഷൽ ഉണ്ട്, ട്രാൻസെക്ഷൽ, അങ്ങനെ ഒരുപാട് സെക്ഷലുകൾ ഉണ്ട്. അതിനാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണോ? യെസ്, അതാണ് നമ്മുടെ ഉത്തരം. യെസ്, ഹെട്രോസെക്ഷൽ അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹോമോസെക്ഷൽ അതും സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. ട്രാൻസെക്ഷൽ ഇതൊക്കെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. പിന്നെ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള എക്സാമ്പിളൊക്കെ ഉപയോഗിച്ച് പറയാൻ പറ്റും. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരുപാട് കേസസ് ഉണ്ടല്ലോ. ലെസ്ബിയൻ കപ്പിൾസ് അവർ വിവാഹം ചെയ്യുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു, അവർക്ക് അനുകൂലമായിട്ട് നിയമങ്ങൾ വരുന്നു, അവർ ഒരുമിച്ച് താമസിക്കുന്നു എന്ന് പറയുന്ന ആ സംഭവങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്മൾ ആ എക്സാമ്പിളിന് വേണ്ടിയിട്ട് എക്സാമ്പിളിൽ എഴുതി കൊടുക്കാൻ പറ്റും. പിന്നെ ഡിസ്കസ് ഇന്റർലിങ്കേജസ് ബിറ്റ്വീൻ മാസ്കുലിനിറ്റി, സെക്ഷുവാലിറ്റി ആൻഡ് വയലൻസ്. അടുത്ത പോയിന്റ് ആണ്. എന്താണ് മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ? മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു, ഇപ്പൊ ഫെമിനിൻ എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മാസ്കുലിനിറ്റി പറയുമ്പോൾ എങ്ങനെയാണ് ആണ് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്നതിനെ കുറിച്ചാണ് മാസ്കുലിനിറ്റി എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ആൻഡ്രൂ ടേറ്റിനൊക്കെ അറിയുന്നുണ്ടോ? ആൻഡ്രൂ ടേറ്റ് ഒക്കെ ഒരിക്കൽ ജയിലിൽ പോയ ആളാണ്. ഈ ടോക്സിക് മാസ്കുലിനിറ്റി ഒക്കെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ജയിലിലേക്ക് പോകുകയുണ്ടായി. അപ്പോൾ അതാണ് മാസ്കുലിനിറ്റി. ആണിനാണ് ബീങ് എ മെയിൽ, ഒരു മെയിൽ ആകുന്നത് കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ജിമ്മിൽ പോകണം, നമ്മൾ വർക്കൗട്ട് ചെയ്യണം, നമ്മൾ ബോഡി ബിൽഡ് ചെയ്യണം എന്ന് പറയുന്ന ആ സംഭവം മാസ്കുലിനിറ്റി. ഇപ്പൊ ആനിമൽ എന്ന് പറയുന്ന ഒരു സിനിമ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, സഞ്ജീവ് റെഡ്ഡി വാങ്ക ഡയറക്ട് ചെയ്ത. അപ്പൊ അതിലൊക്കെ ടോക്സിക് മാസ്കുലിനിറ്റി ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവിടെ. അവിടെ ഫെമിനിൻ ആയിട്ടുള്ള ആ ഒരു രശ്മിക മന്ദാണന്റെ റോളിന് ഭയങ്കര ബ്രൂട്ടലായിട്ട് വയലൻസ് ഒക്കെ അവിടെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് മാസ്കുലിനിറ്റി. ബീങ് എ മെയിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇത് എത്രത്തോളം മെയിലായിട്ട് ജീവിക്കണം എന്ന് പറയുന്ന സംഭവങ്ങളെ കുറിച്ചാണ് മാസ്കുലിനിറ്റി എന്ന് പറയുന്നത്. അത് ഷേപ്ഡ് ബൈ കൾച്ചറാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എങ്ങനെ മാസ്കുലിൻ ആവണം എന്നുള്ളത്. അതേപോലെ സെക്ഷുവാലിറ്റി എന്താന്ന് പറഞ്ഞു, വയലൻസും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. അത് തന്നെയാണ് മാസ്കുലിൻ. ഇപ്പൊ മോർ മാസ്കുലിൻ ആയിട്ടുള്ള ആണുങ്ങള് ഭയങ്കര ഫെമിനിൻ ആയിട്ടുള്ള പെണ്ണുങ്ങളോട്, അല്ലെങ്കിൽ ഫെമിനിൻ ആയിട്ടുള്ള ആണുങ്ങളോട് തന്നെ ഒരുപാട് വയലൻസുകൾ കാട്ടുന്നത് നമുക്കറിയാം അല്ലെ. നമ്മുടെ നാട്ടിൽ തന്നെ വലിയ മാസ്കുലിനായിട്ട് ആയിട്ടുള്ള ആളുകൾ കുറച്ച് അത്രയും മാസ്കുലിനിറ്റി കുറവുള്ള ആണുങ്ങളോട് കാണിക്കുന്ന വയലൻസ്, അവിടെ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ പെണ്ണുങ്ങളോട് ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസുകളൊക്കെ ഉണ്ടാകുന്നത് വീടുകളിൽ വന്നിട്ട്
പെണ്ണുങ്ങളെ തല്ലുകയാണ്, അപ്പോൾ വയലൻസ് ഉണ്ടാകുന്നു. അപ്പോൾ മാസ്കുലിനിറ്റി സെക്ഷുവാലിറ്റി വയലൻസ് തമ്മിൽ ലിങ്കേജ് ഉണ്ട്. അപ്പോൾ ഈ കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താണ് വിഷയങ്ങൾ എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഇനി അടുത്ത ചാപ്റ്റർ. ഓക്കെ, അടുത്ത ചാപ്റ്റർ മാസ്കുലിനിറ്റീസിന് വേണ്ടിയിട്ടുള്ളത് മാത്രമുള്ളതാണ്. ഡിഫൈൻ മാസ്കുലിനിറ്റി. എന്താണ് മാസ്കുലിനിറ്റി പറഞ്ഞാൽ? ഡൈവേഴ്സ് വേസ് ഓഫ് ബീങ് എ മെയിൽ ഷേപ്ഡ് ബൈ കൾച്ചർ. മെയിൽ എങ്ങനെ ആകുന്നു എന്നതിനെ കുറിച്ച് പറയുന്നതിനെ കുറിച്ചാണ് എന്ത് പറയാ, മാസ്കുലിനിറ്റി എന്ന് പറയാം. അപ്പൊ ഡിസ്കസ് വേരിയസ് ഫോംസ് ഓഫ് മാസ്കുലിനിറ്റി. മാസ്കുലിനിറ്റിയുടെ ഒരുപാട് ടൈപ്സ് പറയുന്നുണ്ട്. കോണൽ ആണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഹെജിമോണിക്, ഭയങ്കര ഡോമിനന്റ് ആയിട്ടുള്ള മാസ്കുലിനിറ്റി. പിന്നെ കോംപ്ലിസിറ്റ്, സബോർഡിനേറ്റ്, മാർജിനലൈസ് എന്ന് പറയുന്നത് നിങ്ങളെ മെറ്റീരിയലിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് മാസ്കുലിനിറ്റിയുടെ ടൈപ്സ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അതൊക്കെ എഴുതി കൊടുക്കുക. പിന്നെ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ ആനിമൽ മൂവിയുടെ എക്സാമ്പിൾ എടുക്കാം. അർജുൻ റെഡ്ഡി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭയങ്കരമായിട്ടുള്ള മാസ്കുലിനിറ്റി പ്രൊമോട്ട് ചെയ്തിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഡിസ്ക്രൈബ് ഹൗ ദ കൺസ്ട്രക്ഷൻ ഓഫ് മാസ്കുലിനിറ്റീസ് ടുക്ക് പ്ലേസ്. എങ്ങനെയാണ് മാസ്കുലിനിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം സോഷ്യലൈസേഷൻ ആണ്. എങ്ങനെ നമ്മുടെ ഈ സോഷ്യൽ ലൈഫുമായിട്ട് ബന്ധപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ സൊസൈറ്റി നമുക്ക് പഠിപ്പിച്ച സംഭവമാണ് മാസ്കുലിനിറ്റി. അത് ഫാമിലി ആകാം, പിയേഴ്സ് ആവാം, മീഡിയ ആവാം. അങ്ങനെ മീഡിയയിലുള്ള ഉദാഹരണമാണ് സിനിമകളിൽ അങ്ങനെ മാസ്കുലിനിറ്റി പ്രൊമോട്ട് ചെയ്ത് നമ്മളെ പഠിപ്പിച്ചു സോഷ്യലൈസേഷൻ. അത് ഇതിന്റെ ഒരു ഉദാഹരണമാണ്. പിന്നെ പിയേഴ്സ്, നമ്മുടെ കൂടെ പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ അതേ ഏജിലുള്ള ആളുകൾ മാസ്കുലിനിറ്റി വല്ലാതെ പ്രൊമോട്ട് ചെയ്യും. ഇപ്പൊ അടുത്തിറങ്ങിയ ഒരു സീരീസ് ഉണ്ട്, ഒരു UK ബേസ്ഡ് നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട്. അതിന്റെ പേരെന്തായിരുന്നു? അതില് ഈ പിയർ പ്രഷർ കാരണം ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ കൊല്ലുക. അതിന്റെ പേര് ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ? നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ഒരു സീരീസ് ആയിരുന്നു. പിയർ പ്രഷർ കാരണം അവര് ആ ഒരു കുട്ടിയോട് പറയാണ്, നീ ഒരു ഫെമിനിൻ മാൻ ആണ്, ഫെമിനിൻ മാസ്കുലിനിറ്റി ഉള്ള ആളാണ്, കൃത്യമായി മാസ്കുലിനിറ്റി ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ കൊണ്ട് ഒരു കൊല ചെയ്യിപ്പിക്കുകയാണ്. UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. അതിന്റെ പേര് ഓക്കെ എന്തായാലും ആയിക്കോട്ടെ. അത് നമുക്ക് വേണമെങ്കിൽ ഉദാഹരണം മീഡിയ പ്രൊമോട്ട് ചെയ്യുന്ന മാസ്കുലിനിറ്റിക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. പിയർ പ്രഷർ കാരണം കൊടുക്കുന്ന ഇതിന് വേണ്ടി കൊടുക്കാൻ പറ്റും. മീഡിയക്ക് വേണ്ടി നമുക്ക് വേറെയും കൊടുക്കാം. പിന്നെ ഫാമിലി നമ്മൾ മാസ്കുലിനിറ്റിക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് 4ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ജെൻഡർ ഇൻ എവറിഡേ ലൈഫ്. ജെൻഡർ ഇൻ എവറിഡേ ലൈഫ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ റോൾസ് ആൻഡ് ലാംഗ്വേജ്. ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ വേറെ സെപ്പറേറ്റ് തന്നെ പറയുന്നുണ്ട്. എവറിഡേ ലൈഫിൽ എങ്ങനെയാണ് ജെൻഡർ ഇതായി വരുന്നത്, നമ്മൾ ജെൻഡർ റോൾസ് കൂടുതൽ കാണപ്പെടുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നിങ്ങളെ വീട്ടിൽ തന്നെ ഈ കുക്കിംഗ് പരിപാടി ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലായിരിക്കണമെന്നില്ല, നമ്മുടെ നാടിൻ്റെ ഒരു സാഹചര്യമാണ് പറയുന്നത്. കുക്ക് ചെയ്യുന്നത് അധികം വുമൻ ആയിരിക്കും. മാൻ എന്ന് പറയുന്നത് ഏൺ ചെയ്യാനുള്ളതാണ്. മാൻ ഈസ് ടു പ്രൊവൈഡ്. അപ്പൊ പ്രൊവൈഡിന് വേണ്ടി മാൻ പുറത്തൊക്കെ പോയി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പുരയിലൊന്നും കൊടുക്കുന്നു. വുമൻ എന്ത് ചെയ്യുന്നു? ആ കൊണ്ടുവന്ന സാധനം കൃത്യമായി വെച്ച് വിളമ്പി മുന്നിൽ വെച്ചുകൊടുക്കുന്നു. ഈ ഒരു റോൾ, ഇതാണ് നമ്മുടെ എവറിഡേ ലൈഫിൽ കാണപ്പെടുന്ന ജെൻഡർ റോളിനെ കുറിച്ച് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് ലാംഗ്വേജിന്റെ ആ ചാപ്റ്റർ എത്തുന്ന സമയത്ത് നമുക്ക് പറയാം. ഇതാണ് യൂണിറ്റ് 4 ഇനി 5th യൂണിറ്റ്. ഇത് ഡിസംബർ 2024 വന്ന ചോദ്യം. ഡിഫൈൻ മാരേജ് ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ഫോംസ് ഓഫ് മാരേജ് ഇൻ ഇന്ത്യ. എന്താണ് മാരേജ്? സോഷ്യലി അപ്രൂവ്ഡ് യൂണിയൻ അല്ലെങ്കിൽ ലീഗലൈസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ നാടുകളിൽ വളരെ ഒരാണും ഒരു പെണ്ണും താമസിക്കാം. ഒരാണും ഒരു പെണ്ണും ലീഗൽ അല്ലാതെ താമസിക്കുമ്പോൾ അതത്ര നോർമൽ അല്ല നമ്മുടെ സൊസൈറ്റിയിൽ. പക്ഷെ ലീഗലൈസ് ചെയ്ത് കൊടുത്ത് ഒരാണിനെയും പെണ്ണിനെയും താമസിപ്പിക്കുക, അവര് പരസ്പരം മ്യൂച്വലി ഇന്റർകോഴ്സുകളൊക്കെ ഉണ്ടാകുക, പിന്നീട് അവരുടെ ആൻസിസ്റ്റേഴ്സ് ഓഫ് സ്പ്രിങ്സ് അവരുടെ കുട്ടികൾ ഒക്കെ വളർത്തിയെടുക്കുക, ഇങ്ങനെ മറ്റൊന്നിന് ബേർത്ത് നൽകുക എന്നുള്ളത്, ഇതൊക്കെ എന്താണ്, ഇതൊരു ലീഗലൈസ് ആയിട്ട് നമ്മൾ അപ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് താമസിക്കാം, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്യാം, ഈ ഒരു നിങ്ങൾ പരസ്പരം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ലീഗലൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മുടെ മാരേജ് എന്ന് പറയാം. അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ഫോംസ് ഓഫ് മാരേജ് ഇൻ ഇന്ത്യ. അത് നമുക്കറിയാം. മോണോഗമി എന്ന് പറയുമ്പോൾ ഒരു ആണ് ഒരു പെണ്ണിനെ തന്നെ വിവാഹം ചെയ്യാം. പോളിഗമി, ഒരു ആണ് 2 3 സ്ത്രീകളെ വിവാഹം ചെയ്യാം.
പിന്നെ ഇന്റർകാസ്റ്റ് മാരേജ് ഉണ്ട്, സെയിം സെക്സ് മാരേജ് ഉണ്ട്. ഇത് കുറച്ച് ടൈപ്സുകൾ പറയുന്നുണ്ട് നിങ്ങൾ മെറ്റീരിയൽ. അതെന്തൊക്കെയാണ് ശ്രദ്ധിക്കുക. മോണോഗമി, പോളിഗമി, എക്സോഗമി, എൻഡോഗമി എന്ന് പറയുന്ന സെയിം കാസ്റ്റിലുള്ള ആളുകൾ, സെയിം പുറത്തുള്ള കാസ്റ്റിലുള്ള ആളുകൾ, ഇന്റർകാസ്റ്റ് മാരേജ്, ഇന്റർ റിലീജിയസ് മാരേജ് എന്ന് പറയുന്ന ആ ഒരു സംഭവങ്ങൾ ഏതൊക്കെയാണ് ഫോംസ് എന്ന് മനസ്സിലാക്കി അത് കൃത്യമായി എഴുതി കൊടുക്കുക. പിന്നെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ നേച്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം ഫാമിലി ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് നമുക്ക് പഠിച്ചു വെക്കണം. സൊസൈറ്റി സോഷ്യോളജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഒരു സോഷ്യൽ യൂണിറ്റ് ആണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫാമിലി പ്രൊവൈഡ് സപ്പോർട്ട്, ഐഡന്റിറ്റി, സോഷ്യലൈസേഷൻ. ഈ ഫാമിലിയിലൂടെയാണ് നമ്മൾ ഐഡന്റിറ്റി, നമ്മൾ ഏത് വർഗത്തിൽപ്പെട്ടതാണ്, ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നുള്ള നമുക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും വലിയ റോൾ വഹിക്കുന്നത് ഫാമിലിയാണ്. നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട്, നമുക്ക് പഠിക്കാനും മുന്നോട്ട് പോകാനും വളരാനുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നത് ഫാമിലിയിലൂടെയാണ്. നമ്മുടെ സോഷ്യലൈസേഷൻ തന്നെ പഠിക്കുന്നത്, നമ്മൾ എല്ലാ എറ്റിക്വറ്റ്സ്, മാനേഴ്സ്, എല്ലാ നമ്മുടെ ഈ മര്യാദകളൊക്കെ പഠിക്കുന്നത് ഈ ഫാമിലിയിലൂടെയാണ്. ഫാമിലി ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നത്? സോഷ്യലൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഫാമിലിയിലൂടെയാണ് നമ്മൾ എല്ലാം പഠിച്ചെടുത്തത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഫംഗ്ഷനും നേച്ചറും നിങ്ങൾ എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, ഫാമിലിയിലൂടെ നമ്മൾ എന്തൊക്കെ പഠിച്ചെടുത്തു എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതി കൊടുക്കുക. അതിന്റെ ഫംഗ്ഷനും അതിന്റെ നേച്ചറും എഴുതി കൊടുക്കുക. പിന്നെ ഡിസ്കസ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്സ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി വിത്ത് എക്സാമ്പിൾസ്. ഫെമിനിസ്റ്റിന്റെ കുറച്ച് ക്രിട്ടിക്സ് ഉണ്ട് ഈ ഫാമിലിയെ കുറിച്ച്. ഈ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന സ്ത്രീകളുണ്ടല്ലോ, സ്ത്രീകൾക്ക് അവര് ചെയ്യുന്ന ജോലികൾ, ഭക്ഷണം ഉണ്ടാക്കുന്നതും കുട്ടികളെ വളർത്തുന്നതും വീട് ക്ലീൻ ആക്കുന്നതും ഇതൊരു ഡ്യൂട്ടി ആയി നമ്മുടെ സൊസൈറ്റി കാണുന്നു. ഇതൊരു വർക്കായി കാണുന്നില്ല. അതായത് അവർക്ക് ശമ്പളം ഒന്നും കൊടുക്കുന്നില്ല, പൈസ ഒന്നും കൊടുക്കുന്നില്ല, അൺപെയ്ഡ് വർക്കായിട്ട് കാണുന്നു. ഒരു ഡ്യൂട്ടി ആയിട്ട്, അതൊരു സ്ത്രീകൾ ചെയ്യണം എന്നുള്ള ഒരു ഡ്യൂട്ടി ആയിട്ട് നമ്മുടെ ഫാമിലി കാണുന്നു. അതൊരു ക്രിട്ടിക്കാണ്, ഫെമിനിസ്റ്റ് ക്രിട്ടിക്സ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. ഫാമിലി എന്ന് പറയുന്ന സംഭവത്തിൽ സ്ത്രീകളോട് വലിയ ഇതില്ല. ഫാമിലി കാരണമായിട്ടാണ് സ്ത്രീകൾ ഇത്രയും മതപ്പതിച്ചു പോയത്, ഒപ്രസായി പോയത്, അവര് ജീവിതത്തിൽ മുന്നോട്ട് വരാത്തത്, എഡ്യൂക്കേഷനിൽ ബാക്ക്വേർഡ് ആയി പോയത്. ഇതിനെല്ലാത്തിനും കാരണം ഫാമിലിയാണ് എന്ന് പറയുന്ന ക്രിട്ടിക്കാണ് ആര് കൊണ്ടുവരുന്നത്? ഫെമിനിസ്റ്റ് തിയറിസ്റ്റുകൾ കൊണ്ടുവരുന്നത്. അപ്പൊ അതൊന്ന് എഴുതി കൊടുക്കാം. അപ്പൊ പ്രധാനമായി പറയുന്നത് അവരുടെ ഡ്യൂട്ടി ആയി കാണുന്നു, എന്തായി കാണുന്നില്ല, ഒരു വർക്കായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അടുത്ത ചാപ്റ്റർ ആണ് മദർഹുഡ്. ഡിസ്കസ് കണ്ടംപററി ഡിബേറ്റ്സ് ഓൺ വുമൻ ആൻഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കണ്ടംപററി ആയിട്ടുള്ള ഡിബേറ്റ് എന്താന്ന് വെച്ചാൽ ഡിബേറ്റ് ഓൺ ബാലൻസിങ് മദർഹുഡ് ആൻഡ് കരിയറും മദർഹുഡും ബാലൻസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഇതിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാവും, മദർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അതേ സമയത്ത് അവർക്ക് കരിയറും സെറ്റ് ആക്കണം എന്നുള്ള ആഗ്രഹം ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഗ്നോയിൽ വരുന്ന ആളുകൾ ഉണ്ടാവുക. അവര് ചെറിയ കുട്ടികളുടെ ഉമ്മയായിരിക്കും, അതേ സമയത്ത് തന്നെ അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും, അവർ കരിയറിൽ സക്സസ് ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതിലൊരുപാട് ഡിബേറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനെ പറ്റും, അങ്ങനെ കുട്ടികളിൽ ഒരു ക്വാളിറ്റി ടൈം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയൂല എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കരിയർ നോക്കണമല്ലോ എന്ന് പറയുന്ന മറ്റൊരു ആർഗ്യുമെന്റ് ഉണ്ട്. അപ്പൊ അതുമായി സംബന്ധിച്ച് കുറച്ച് ഡിബേറ്റുകൾ അത് എഴുതി കൊടുക്കുക. പിന്നെ വേജ് ഗ്യാപ്പുകൾ, അൺപെയ്ഡ് കെയർ വർക്ക്, മെറ്റേണിറ്റി ലീവ്, ഇതൊക്കെ ഈ കണ്ടംപററി ഡിബേറ്റുമായി ബന്ധപ്പെട്ട് ഡിസ്കഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഇനി ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ നോഷൻ ഓഫ് ദ മദർഹുഡ് ആൻഡ് ഫാദർഹുഡ് ഫ്രം ജെൻഡർ പെർസ്പെക്റ്റീവ്. മദർഹുഡ് എന്ന് പറയുമ്പോൾ നാച്ചുറലൈസ്ഡ് ഇമോഷണൽ ബേർഡൻ എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് മദർഹുഡിനുള്ളത്. ഫാദർഹുഡിനുള്ളത് അവർ ഇമോഷൻ അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല, ലെസ് ഡിമാൻഡിങ് ആണ്. അപ്പോൾ അതിന് നമ്മളൊന്ന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാം. കാരണം ഫാദർഹുഡ് അല്ലെങ്കിൽ ഫാദർ ആയിട്ടുള്ള ആളുകൾക്ക് ഇമോഷൻ ഉണ്ട്, പക്ഷെ അവര് ഈ അച്ഛന്മാരെപ്പോഴും സ്റ്റോയിക് ആയിരിക്കും. അവരുടെ ഉള്ളിലുള്ള ഇമോഷൻ അവര് ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ച് പുറത്ത് പ്രകടിപ്പിക്കാത്ത ടെൻഷനുകളും സ്ട്രെസ്സുകളൊക്കെ ഉള്ളിൽ വെക്കുന്ന ആളുകളായിരിക്കും. അത് ഫാദർഹുഡിന്റെ ഒരു പോരായ്മയാണ്. മദർഹുഡിന്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ അവര് കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടാണ് നിൽക്കുന്നത്, എപ്പോഴും നെർച്ചറിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്, അവർ വേറൊന്നും നോക്കുന്നില്ല എന്ന് പറയുന്നത്. അത് മദർഹുഡിന്റെ ഒരു പോരായ്മയാണ് എന്ന് പറയുന്ന ഒരു നോഷനെ കുറിച്ച് നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക. എന്ന് പറയുമ്പോൾ നമ്മുടെ തോന്നുന്ന സംഭവങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ഓഫ് പാട്രിയാർക്കി, ക്യാപിറ്റലിസം ആൻഡ് ദ മെറ്റർണൽ ബോഡി ഇൻ ക്രോസ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒന്ന് ക്യാപിറ്റലിസം, പാട്രിയാർക്കി പറഞ്ഞാൽ എന്താ, ഈ മാൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി, മാൻ ഡോമിനേറ്റ് ചെയ്യുന്നു സ്ത്രീകളെ, അവരുടെ സബോർഡിനേറ്റ്സ് ആയി
വെക്കുന്നു എന്ന് പറയുന്ന സംഭവം, അതിനെക്കുറിച്ചാണ് പാട്രിയാർക്കി എന്ന് പറയുക. ക്യാപിറ്റലിസം ആൻഡ് മെറ്റേണൽ ബോഡി ഇൻ ക്രോസ് കൾച്ചർ. ഈ ക്യാപിറ്റലിസവുമായിട്ട് വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ മദർഹുഡിനെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ എന്താണ്? കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതായത് ഈ മുതലാളിത്തം എന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എല്ലാം കച്ചവടത്തിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സറോഗസി എന്ന് പറയുമ്പോൾ എന്താണ്? വാടക ഗർഭമുണ്ടല്ലോ, നമ്മളെ നയൻതാരൊക്കെ ചെയ്തത്. അപ്പൊ അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്. ഈ നയൻതാരക്ക് കുട്ടികൾ വേണം, പക്ഷെ പ്രസവിക്കാൻ കഴിയില്ല. അപ്പൊ അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്. ക്യാപിറ്റലിസത്തിന് അവിടെ കച്ചവടത്തിന്റെ സ്കോപ്പ് ഉണ്ട്. അപ്പൊ അവര് ഫെർട്ടിലൈസേഷൻ ഉപയോഗിക്കുന്നു, മറ്റൊരാളെ കൊണ്ട് പ്രസവിപ്പിക്കുന്നു. അപ്പോൾ പൈസ കിട്ടുകയാണല്ലോ. നയൻതാര പൈസ സ്പെൻഡ് ചെയ്യുന്നു, ഇവർക്ക് മുതലാളിമാർ ലാഭം ഉണ്ടാക്കുന്നു. അപ്പോൾ ക്യാപിറ്റലിസം ഈ മദർഹുഡിനെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിഷയം മനസ്സിലാക്കുക. ഈ മാർക്കറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ സറോഗസിയൊക്കെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ, പിന്നെ DNA ട്രാൻസ്മിഷൻ ഒക്കെ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ഒരു പ്രസവിപ്പിക്കാന്ന് പറയുന്ന അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റലിസം വല്ലാതെ റോൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്യാപിറ്റലിസത്തിന്റെ റിലേഷൻഷിപ്പ് അവിടെ പറഞ്ഞു വെക്കാം. പിന്നെ അത് ക്രോസ് കൾച്ചറലി പറയാം. അതെങ്ങനെയാണ്? അമേരിക്കയിൽ ഒക്കെ ഇത് ഭയങ്കര വ്യാപകമായി നടക്കുന്നു. അമേരിക്കൻ കൾച്ചറിൽ ഏറ്റവും കൂടുതലാണ്. ഇന്ത്യൻ കൾച്ചറിൽ കുറവാണെങ്കിൽ പോലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സെലിബ്രിറ്റീസിലൂടെ ഒക്കെ അവർ എത്തിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. സെലിബ്രിറ്റീസിലൂടെ ഈ സംഭവങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ള പരിപാടി. ഇപ്പോൾ വാട്ടർ ബർത്ത് എന്ന് പറയുന്ന സംഭവം, അത് അവിടെ ഒരു കച്ചവടത്തിന് സ്കോപ്പ് ഉണ്ട്. പ്രസവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? വേദനിക്കുന്നു. അപ്പൊ വേദന കുറയാനുള്ള സ്കോപ്പ് എന്തൊക്കെയാ ഉള്ളത്? സിസേറിയൻ നടത്തുക എന്നുള്ളത്. അതേപോലെ അതിലൊരു കച്ചവടത്തിനൊരു സ്കോപ്പ് ഉണ്ട്. ഹോസ്പിറ്റലുകളിൽ ലാഭം ഉണ്ടാക്കുക. പിന്നെ വാട്ടർ ബർത്ത് കൊണ്ടുവരിക. വാട്ടർ ബർത്തിലൂടെ അതിലും കുറച്ച് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതിലൂടെ പ്രസവിപ്പിക്കുക, ലാഭങ്ങൾ കൊണ്ടുവരിക എന്നുള്ള പരിപാടി. അപ്പൊ നിങ്ങൾക്ക് വിഷയം മനസ്സിലാകുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ പാട്രിയാർക്കി, ക്യാപിറ്റലിസം, മെറ്റർണൽ ബോഡി വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നല്ലൊരു നിങ്ങളുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ അത് എഴുതാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബുക്കിൽ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇനി അടുത്ത യൂണിറ്റ് 7 പറയുന്നത് ജെൻഡറിങ് വർക്ക് ആണ്. നമുക്ക് ഓൾറെഡി നമ്മൾ ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു. എന്താണ് വർക്ക് എന്ന് പറഞ്ഞാൽ? ജോലി എന്ന് പറയുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ എനി പ്രൊഡക്റ്റീവ് ലേബർ, അത് പെയ്ഡ് ആയിക്കോട്ടെ അൺപെയ്ഡ് ആയിക്കോട്ടെ, നമ്മൾ പ്രൊഡക്റ്റീവ്ലി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വർക്ക് എന്ന് പറയും. അതിനെക്കുറിച്ചാണ് ഡിഫൈൻ. വർക്ക് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവ്ലി പെയ്ഡ് ഓർ അൺപെയ്ഡ് ലേബർ, അതിനെ കുറിച്ചാണ് നമ്മൾ എന്താ പറയാ? വർക്ക് എന്ന് പറയാം. ഡിസ്കസ് ദ ട്രഡീഷണൽ കണ്ടംപററി ഡിബേറ്റ്സ് ഓൺ വർക്ക്. ട്രഡീഷണൽ വ്യൂ എന്താന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് വർക്കിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ഡൊമസ്റ്റിക് വർക്ക്, പരയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അതിന് നമ്മൾ വർക്കായിട്ട് പരിഗണിക്കുന്നില്ല. കണ്ടംപററി ഫെമിനിസം വാല്യൂസ് കെയർ ആൻഡ് ഇമോഷണൽ ലേബർ. കണ്ടംപററി ഫെമിനിസം അല്ലെങ്കിൽ പുതിയ കാലത്ത് വരുന്ന ഡിബേറ്റുകൾ എന്താണെന്ന് വെച്ചാൽ അതും വർക്കായി പരിഗണിക്കണം. അതൊരു പെയ്ഡ് വർക്കാക്കി മാറ്റണം. ഹോം മേക്കേഴ്സിന് എന്ത് ചെയ്യണം? കൃത്യമായി പെൻഷനുകൾ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു സാലറി രൂപത്തിലോ പെയ്ഡ് രൂപത്തിലോ വേജ് രൂപത്തിലോ അവർക്ക് എന്ത് ചെയ്യണം? സപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന ഡിബേറ്റുകളാണ് ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ജെൻഡറിങ് വർക്കിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ ഡൊമസ്റ്റിക് വർക്കുകൾ ചെയ്യുന്നു, അതിലെന്ത് ചെയ്യുന്നില്ല, അവർക്ക് കൃത്യമായിട്ടുള്ള വേജുകൾ കിട്ടുന്നില്ല, അൺപെയ്ഡായി പോകുന്നു എന്നുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കാം. വാട്ട് ഈസ് റാഡിക്കൽ ഫെമിനിസം? റാഡിക്കൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഫെമിനിസത്തിന് ഒരുപാട് വേവ്സ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് ഉണ്ട്, കുറേ തരത്തിലുള്ള ഫെമിനിസം ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഫെമിനിസവും വുമനെ സപ്പോർട്ടിന് വേണ്ടി വാദിച്ച ആളുകളൊന്നും ആയിരുന്നില്ല. ഫെമിനിസം തന്നെ വളരെ റാഡിക്കലായിട്ടും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ ലോകത്ത് ഉണ്ടായി പോയിട്ടുണ്ട്. ഫെമിനിസത്തിൽ ബ്ലാക്ക് വുമന്റെ റൈറ്റ്സിന് വേണ്ടി, വെറും വൈറ്റ് വുമൻസിന്റെ ഇതിനു വേണ്ടി മാത്രം പോരാടുന്ന ഫെമിനിസം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സീസ് പാട്രിയാർക്കി ആസ് ദ റൂട്ട് ഓഫ് ഒപ്രഷൻ. എല്ലാത്തിനും കാരണം പാട്രിയാർക്കി ആണ് എന്ന് പറയുന്നതാണ് റാഡിക്കൽ ഫെമിനിസത്തിന്റെ ഒരു സ്വഭാവം, അവരുടെ മെയിൻ ആർഗ്യുമെന്റ്. ക്രിട്ടിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് മാരേജ്, ഫാമിലി, ഹെറ്ററോസെക്ഷുവാലിറ്റി പോലത്തെ വിഷയങ്ങൾ ഭയങ്കരമായി ക്രിട്ടിക് ചെയ്യും. ഈ റാഡിക്കൽ ഫെമിനിസത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് നമ്മൾ പ്രസവിക്കാൻ പോലും റീപ്രൊഡക്റ്റീവ് സംഭവത്തിന് പോലും നമ്മൾ മാനിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫെർട്ടിലൈസേഷൻ ഉണ്ടാക്കി നമ്മൾ അതിലൂടെ പ്രസവിക്കാൻ ശ്രമിക്കണം. എന്തിന് നമ്മൾ അവിടെയും മാനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഫെമിനിസം അങ്ങനെയാണല്ലോ പറയുന്നത്. മാനിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കംപ്ലീറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു വുമൻ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് എല്ലാ വിഷയത്തിലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രസവിക്കാനാണെങ്കിൽ അവിടെ ആണിന്റെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറയുന്നത് അവിടെയും നമ്മൾ ആണുങ്ങളെ സഹായം എടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെയും മറികടക്കാൻ ശ്രമിക്കണം എന്നുള്ള വാദങ്ങളാണ് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത്.
റൈറ്റ് നോട്ട് ഓൺ പെയ്ഡ് കെയർ വർക്ക്. പെയ്ഡ് കെയർ വർക്ക്, നഴ്സിംഗ്, ഡൊമസ്റ്റിക് ഹെൽപ്പ്, സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, നഴ്സിംഗ് നേരത്തെ പറഞ്ഞ ജെൻഡറിങ് വർക്കിൽപ്പെട്ട എല്ലാ വർക്കുകളും, സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ വർക്കുകൾക്കും പെയ്ഡ് കൊടുക്കണം. അത്രേ ഉള്ളൂ. ആ പോയിന്റ് അത്രേ ഉള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അത്ര ഇതാണ്. നമ്മളെല്ലാത്തിനും പേ ചെയ്ത് കൊടുക്കണം, എന്നാലേ അതിന് കൃത്യമായിട്ടുള്ള റിസൾട്ടുകളും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന വാദം. ഇനി അടുത്ത ചോദ്യമാണ് ചാപ്റ്റർ നമ്പർ 8, ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക് ആൻഡ് ലേബർ മാർക്കറ്റ്. അവിടെ പറയുന്നത് ഇവാലുവേറ്റ് ദ നോഷൻ ഓഫ് ജെൻഡർ ഗ്യാപ്പ് ഇൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ വിത്ത് എക്സാമ്പിൾ. ഇത് നമുക്കറിയാം, വുമൻ ഏത് തരത്തിലുള്ള ജോബിലാണ് ഉള്ളത്, മാൻ ഏത് തരത്തിലുള്ള ജോബിലാണ് ഉള്ളത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം, നമ്മുടെ നാട്ടിലുള്ള തന്നെ ഏത് തരത്തിലുള്ള ജോബിലാണ് വുമൻ ഉള്ളത്, മാൻ ഉള്ളത്, അവരുടെ തമ്മിലുള്ള പേയിങ് ഗ്യാപ്പ് എത്ര ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഈ ക്ലർക്കുമാരായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പെണ്ണുങ്ങളായിരിക്കും, ഈ കാഷ്യറായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പെണ്ണുങ്ങളായിരിക്കും. എന്താന്ന് വെച്ചാൽ നമുക്ക് അത്രയും ശമ്പളം കൊടുത്താൽ മതി. പെണ്ണുങ്ങളെ ചില കമ്പനികൾ റിക്രൂട്ട് ചെയ്യുന്ന തന്നെ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറച്ച് ശമ്പളം കൊടുത്താൽ മതി എന്നുള്ള നിലക്കാണ് അവരെ റിക്രൂട്ട് ചെയ്യുന്നത്. അവരാണെങ്കിൽ കുറച്ച് ശമ്പളത്തിനാണെങ്കിലും ചെയ്യാൻ റെഡി ആയിരിക്കുന്ന സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ആണുങ്ങൾ അല്ലെങ്കിൽ മാൻ അത്തരം വിഷയങ്ങൾക്ക് നിൽക്കൂല, അല്ലെങ്കിൽ അവരെ അത്തരം വിഷയങ്ങളിലേക്ക് എടുക്കൂല. അപ്പോൾ ജെൻഡർ ഗ്യാപ്പ് നല്ലോണം ഉണ്ട്. അപ്പൊ ഈ അടുത്താണ് BCCI നിയമം വന്നത്. BCCI മാത്രമല്ല, എല്ലായിടത്തും ഈ ഒരു ഡിസ്കഷൻ നല്ലോണം നടക്കുന്നുണ്ട്. നമ്മൾ ഈ സിനിമകളിൽ മെയിൻ സ്ട്രീം പോപ്പുലർ കൾച്ചറിൽ ആണിന് കൊടുക്കുന്ന അതേ സാലറി പെണ്ണിന് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ സ്പോർട്സിൽ ഇപ്പോൾ BCCI കൊണ്ടുവന്ന നിയമമാണ്, മെയിൽ ക്രിക്കറ്റേഴ്സിന് എത്രത്തോളം ശമ്പളം കൊടുക്കുന്നുണ്ടോ അതേ സെയിം പേയ്മെന്റ് സ്ത്രീകൾക്കും ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അത് കൊണ്ടുവരാം. അത് ഈക്വലി ജെൻഡർ ഗ്യാപ്പ് ഇൻ പേയ്മെന്റ് എന്താക്കണം, കുറക്കണം, എല്ലാവർക്കും ഈക്വലി പേ ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം. അങ്ങനെ ഒരു വാദം ഒരു സൈഡിലുണ്ട്. അതേസമയത്ത് തന്നെ മറ്റൊരു വാദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ അമീർ ഖാന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പൊ പെണ്ണിന് ആർക്കാണ് കൂടുതൽ സാലറി പേയ്മെന്റ് കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾക്കാണ് കൂടുതൽ ഇത് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇപ്പൊ ഒരു സിനിമയിൽ തന്നെ ലൈറ്റിംഗ് വർക്ക് ചെയ്യുന്ന ആണ് നല്ലോണം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിയെടുക്കുന്നുണ്ടാകും. പക്ഷെ ഐശ്വര്യ റായിക്കും ഈ ലൈറ്റിങ്ങിന് വർക്ക് ചെയ്യുന്ന ആളിനും പേയ്മെന്റ് വ്യത്യാസമുണ്ടല്ലോ. കാരണം എന്താന്ന് വെച്ചാൽ ഐശ്വര്യ റായിക്ക് തിയേറ്ററിൽ ആളെ കൂട്ടാൻ സാധിക്കും, പക്ഷെ ഈ ലൈറ്റിംഗ് വർക്ക് ചെയ്യുന്ന ആണിന് സാധിക്കില്ല. അപ്പൊ അവിടെ എന്തുണ്ട്, അവിടെ ഫെയർ ഐശ്വര്യ റായിക്ക് കൂടുതൽ കൊടുക്കാന്നുള്ളതാണ്. അവിടെ നമ്മൾ ഏജ് ഒരേപോലെ ഇതാക്കാൻ കഴിയൂല, സെയിം പേയ്മെന്റ് കൊടുക്കാൻ കഴിയില്ല. ഇപ്പൊ ക്രിക്കറ്റിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾ അത്രത്തോളം ഒന്നല്ല സ്ത്രീകളുടെ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾ. സ്ത്രീകളുടെ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് മെയിൽ ക്രിക്കറ്റിൽ തന്നെയാണ്. അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കണം എന്ന് പറയുന്ന ആർഗ്യുമെന്റിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഈ ഡിസ്കസ് ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക് ആൻഡ് ലേബർ മാർക്കറ്റ്, ഈ പറഞ്ഞ അതേ വിഷയം തന്നെയാണ്. നിങ്ങൾ ഒന്നും കൂടി അങ്ങോട്ട് എഴുതി കൊടുക്കാം. പിന്നെ മൈഗ്രേഷൻ ഇഷ്യൂസ് അഫക്റ്റിംഗ് വുമൻസ് എംപ്ലോയ്മെന്റ്. യെസ്, വുമൻ എംപ്ലോയ്മെന്റ്, മൈഗ്രന്റ് വുമൻ ഫേസ് ജോബ് ഇൻസെക്യൂരിറ്റി, എക്സ്പ്ലോയിറ്റേഷൻ. അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ ഈ മൈഗ്രേറ്റഡ് ആയിട്ട്, അതായത് നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന ആളുകൾ ബാംഗ്ലൂരിലോ ചെന്നൈയിലോ സ്ത്രീകൾ പോയി വർക്ക് ചെയ്യാം. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, അത് കൃത്യമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ അവർ നേരിടുന്നുണ്ട്, ജോബിൽ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ നേരിടുന്നുണ്ട് എന്നുള്ള ആർഗ്യുമെന്റ്. നമ്മൾ എത്രത്തോളം നമുക്ക് ആ വിഷയത്തെ കുറിച്ച് അറിയോ അത്രത്തോളം നന്നായിട്ട് അവിടെ എഴുതി കൊടുക്കുക. അടുത്തതാണ് യൂണിറ്റ് 9 റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് റൈറ്റ്സ്. ഇതിൽ വന്ന ചോദ്യം, വിച്ച് ആർ ദി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഇവാലുവേറ്റ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പോളിസീസ് ഇൻ ഇന്ത്യ. ഡിസംബർ 2022 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇപ്പം പോളിസീസ് ഒരുപാട് വന്നിട്ടുണ്ട്. പോളിസീസിനെ കുറിച്ച് നമ്മൾ എഴുതാണെന്നുണ്ടെങ്കിൽ പോളിസീസ് വന്നിട്ടുണ്ട്. NRHM പറയുന്ന, JSY എന്ന് പറയുന്ന ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മളുടെ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾക്ക് നമ്മൾ എത്രത്തോളം ഹെൽത്ത് കൺസേൺ ആണ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സഹായം ഈ ഗവൺമെന്റിൽ നിന്ന് വാങ്ങണം.
കാരണം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അത്രയും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടൈമാണ്, ഭയങ്കര സെൻസിറ്റീവ് ടൈമാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനും പരിപാടികളൊക്കെ കിട്ടണം. അപ്പോൾ അതിൽ നിന്ന് ഗവൺമെന്റിൽ നിന്ന് സഹായം വേണം. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഏറ്റവും നന്നായി വെക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോളിസീസ് എന്തൊക്കെയുണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, ജസ്റ്റ് അതിന്റെ പോളിസീസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പോയാൽ മതി. പിന്നെ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് ഉണ്ട്. റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ അബോർഷൻ ചെയ്യണോ വേണ്ടേ എന്നുള്ള, കോൺട്രാസെപ്ഷൻ യൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് പറയുന്നത് നമ്മുടെ റൈറ്റ്സ് ആണ്. പ്രസവിക്കണോ വേണ്ടേ എന്നുള്ള ഒരു റൈറ്റ്, അത് നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു റൈറ്റ് ഉണ്ട്. നമുക്ക് അബോർഷൻ ചെയ്യണോ വേണ്ടേ, ഒരു ടൈം വരെ കോൺട്രാസെപ്ഷൻ ആണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അബോർഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഒരു ചോയ്സ് ആണല്ലോ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്ന സംഭവം. അതിനെ കുറിച്ചാണ് റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് അതിന് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റീപ്രൊഡക്റ്റീവ് റൈറ്റ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? അതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ വിഷയം എഴുതി കൊടുക്കുക. എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, റീപ്രൊഡക്റ്റീവ് റൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, കുറച്ച് പോളിസീസ് മനസ്സിലാക്കി വെക്കുക. ഡിസ്കസ് എനി 2 റീപ്രൊഡക്റ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് യുവർ ചോയ്സ്. അതിൽ നമ്മൾ എന്താ എഴുതി കൊടുക്കുക വെച്ചാൽ, ഒന്ന് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് കോൺട്രാസെപ്റ്റീവ് പ്രിവാലൻസ്. അത് ഒരു റീപ്രൊഡക്റ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ ഈ പ്രസവിക്കുന്ന സ്ത്രീകൾ മരിച്ചു പോകുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എഴുതി കൊടുക്കുക. ഈ ഇൻഡിക്കേറ്റേഴ്സ് അതിനെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം അവർക്ക് ഇത് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഫെസിലിറ്റി കിട്ടാത്തത് കൊണ്ടാണ് മരിക്കുന്നത് പോലത്തെ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അത് എഴുതി കൊടുക്കുക. പിന്നെ കോൺട്രാസെപ്റ്റീവ് പ്രിവാലൻസ്, കോൺട്രാസെപ്ഷൻ ഉപയോഗിക്കുക എന്നുള്ള. കോൺട്രാസെപ്ഷൻ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഇത് ഇന്റർകോഴ്സിന്റെ സമയത്ത് ഉപയോഗിക്കുന്നത്, അതിന് ശേഷം നമ്മൾ പിൽസ്, ഒരു ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എത്രത്തോളം ഈ സ്പേമിന്റെ കൗണ്ടുകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കോൺട്രാസെപ്ഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ പ്രിവാലൻസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, അത് 2 ഇൻഡിക്കേറ്റേഴ്സ് ആണ്. വേണമെങ്കിൽ അത് എഴുതി കൊടുക്കാം. അത് അത്ര ചാപ്റ്ററിൽ നിന്ന് വരുന്നുള്ളൂ. പിന്നെ യൂണിറ്റ് നമ്പർ 10, ജെൻഡർ ആൻഡ് ഡിസബിലിറ്റി. വാട്ട് ഈസ് ഡിസബിലിറ്റി? ഡിസബിലിറ്റി പറഞ്ഞാൽ എന്താണ്? ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ബാരിയേഴ്സ് ദാറ്റ് റെസ്ട്രിക്ട് പാർട്ടിസിപ്പേഷൻ. നമ്മൾ ഒരു വിഷയത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം, ചിലപ്പോൾ ഫിസിക്കൽ ആവാം, അല്ലെങ്കിൽ സോഷ്യൽ ബാരിയേഴ്സ് ആവാം. വെറും ഫിസിക്കൽ, കൈയില്ലാത്തതോ കാലില്ലാത്തതോ കണ്ണില്ലാത്തതോ അവരൊന്നും ഡിസബിലിറ്റി എന്ന് പറയാൻ പാടില്ല. എന്നാലും ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, അതിനൊന്നും നമ്മൾ അതിന് മാത്രമല്ല നമ്മൾ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അതേസമയത്ത് സോഷ്യലായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ട്, സോഷ്യലായിട്ട് എന്നുള്ള ബാരിയേഴ്സ് വരുന്നതിനെ കുറിച്ചും നമ്മൾ ഡിസബിലിറ്റി എന്ന് പറയാറുണ്ട്. ഇനി എക്സ്പ്ലെയിൻ ജെൻഡർ ഇഷ്യൂസ് ഇൻ ഡിസബിലിറ്റി വിത്ത് എക്സാമ്പിൾ. നമുക്ക് ഒരുപാട് ജെൻഡർ ഇഷ്യൂസ് ഉണ്ട്. ഡിസേബിൾഡ് വുമൻ ഫേസ് മോർ ഡിസ്ക്രിമിനേഷൻ ഇൻ എഡ്യൂക്കേഷൻ, മാരേജ്, ജോബ്സ്, അല്ലെ. ഒരു ആണിന് ഡിസേബിൾ ആയിട്ടുള്ള അതുപോലെയല്ല ഒരു പെണ്ണ് ഡിസേബിൾ ആയിട്ടുണ്ടാകുന്നത്. അവർ ആണുങ്ങളെക്കാൾ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ നേരിടും എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്, എഴുതി കൊടുക്കേണ്ടത്. ഇനി പറയുന്നത് ജെൻഡർ ബേസ്ഡ് വയലൻസിനെ കുറിച്ചാണ്. യൂണിറ്റ് നമ്പർ 11. ഡിഫൈൻ ജെൻഡർ ബേസ്ഡ് വയലൻസ്, ഡിസ്കസ് ഇറ്റ്സ് ഫോംസ് ഇൻ ഇന്ത്യ. നമുക്കറിയാം ജെൻഡർ വയലൻസിന് ഏറ്റവും പേര് കേട്ട ഒരു രാജ്യമാണ് നമ്മുടേത്. വയലൻസ് റൂട്ടഡ് ഇൻ ജെൻഡർ ഇനീക്വാലിറ്റി, ഡൊമസ്റ്റിക് അബ്യൂസ്, റേപ്പ്, ഡൗറി, ആസിഡ് അറ്റാക്ക് പോലത്തെ നിങ്ങളുടെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ 2-3 കേസുകളൊക്കെ ഇവിടെ ചോദിക്കുന്നത് തോന്നുന്നു. ഒരു സെലിബ്രിറ്റി ഉണ്ടല്ലോ ഈ കേസ്, ലക്ഷ്മി അഗർവാൾ എന്ന് പറയുന്ന ഒരു, അതേപോലെ നിഷ ശർമ്മ ഡൗറി കേസ്, അതവിടെ എത്തുന്ന സമയത്ത് പറയാം. നമ്മുടെ പ്രധാനപ്പെട്ട വയലൻസുകൾ എന്തൊക്കെയാണ്? ഡൊമസ്റ്റിക് അബ്യൂസ്, പരയാല് ആണ് വന്നിട്ട് പെണ്ണിനെ തല്ലാന്നുള്ള ആ ഡൊമസ്റ്റിക് അബ്യൂസ്. പിന്നെ റേപ്പ് നമുക്കറിയാം എത്രത്തോളം വ്യാപകമാണ്, അതിന്റെ റേറ്റിംഗ് ഒക്കെ അറിയാം. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും എങ്ങനെയാണ് റേപ്പ്. മൊളസ്റ്റേഷൻ, നമ്മൾ പുറത്ത് പബ്ലിക് സ്പേസുകളിൽ വരുന്ന സമയത്ത് വുമൻ പ്രൈവറ്റ് പാർട്സുകളെ ചില ആളുകൾ അറിഞ്ഞോണ്ടും അറിയാതൊക്കെ തൊടുന്ന നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്തരം അനുഭവങ്ങളെ കുറിച്ച്. പബ്ലിക് പ്ലേസുകളിൽ പോകുന്ന സമയത്ത് നമ്മൾ സെലിബ്രിറ്റീസ്, സാനിയ അയ്യപ്പനൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു പ്ലേസിൽ പോയ സമയത്ത് അവരെ ഒരാൾ മൊളസ്റ്റേഷൻ ചെയ്യാണ്. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്, റേപ്പിന്റെ ഭാഗമായിട്ട് വരും. പിന്നെ ഡൗറി, അത് നിങ്ങൾക്കറിയാം ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം ഡൗറി എന്നുള്ളത്. പിന്നെ ആസിഡ് അറ്റാക്ക്, ഈ സ്ത്രീകൾ ചീറ്റ് ചെയ്തു എന്നുള്ള പേരിൽ അവരെ റിവെഞ്ചിന് വേണ്ടിയിട്ട് മാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആസിഡ് അറ്റാക്ക്. അത് അതിൻ്റെ ഒരു 2 കേസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് അതിന് മുമ്പ് ഡിസ്ക്രൈബ് ദ കാറ്റഗറീസ് ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്, ഏതൊക്കെയാണ് അതിന്റെ കാറ്റഗറി എന്നുള്ള ആ വിഷയം പറഞ്ഞു. അതിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഫിസിക്കൽ ആയിട്ടുള്ള
വയലൻസുകളുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള വയലൻസുകളുണ്ട്, സെക്ഷൽ ആയിട്ടുള്ള വയലൻസുകളുണ്ട്, എക്കണോമിക് ആയിട്ടുള്ള വയലൻസുകളുണ്ട്, ഡിജിറ്റൽ അബ്യൂസ് വരെ ഉണ്ട്. ഡിജിറ്റൽ അബ്യൂസ് ഉണ്ടല്ലോ, ഈ കമന്റ് ബോക്സിലൂടെ തെറി വിളിക്കുക, വുമൻ ബോഡി, അത് ബോഡി ഷേമിംഗ് ഒക്കെ നടത്തുക, ആ പരിപാടി, അതൊക്കെ എന്ത് പരിപാടിയാണ്? ഈ ജെൻഡർ ബേസ്ഡ് വയലൻസുകളാണ്. ഡിജിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ജെൻഡർ ബേസ്ഡുള്ള വയലൻസുകളാണ്. എക്കണോമിക്കലി ഉണ്ടാകും, പേയ്മെന്റ് കുറവ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പൈസ കൊടുക്കാതെ വർക്ക് ചെയ്യിപ്പിക്കുക, അങ്ങനെ പരിപാടി. സെക്ഷൽ നിങ്ങൾക്ക് അറിയണ്ടാവും. ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, ഇമോഷണലി പറഞ്ഞ് തളർത്താന്നുള്ള, ട്രോമ കൊടുക്കുക എന്നുള്ള പരിപാടി ഉണ്ട്. പിന്നെ ഫിസിക്കൽ, അതും നിങ്ങൾക്ക് അറിയണ്ടാവും. പിന്നെ ഈ നിങ്ങൾക്ക് നല്ലോണം അറിയുന്ന ഒരു വിഷയമായിരിക്കും ഈ ഡിജിറ്റൽ അബ്യൂസിന്റെ ഒരു നല്ല ഉദാഹരണം എന്ന് പറയുന്നത് വുമൻ ജേർണലിസ്റ്റിനെ കളിയാക്കുക. ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടൊക്കെ ഉണ്ടല്ലോ, ഏഷ്യാനെറ്റിന്റെ സ്മൃതി പരുത്തിക്കാട്, അവരൊക്കെ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ഇപ്പോൾ ന്യൂസിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടാവോ എന്ന് പറയുന്ന ഒരുപാട് വിമർശനങ്ങൾ സ്മൃതി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വുമൻ, അവർക്ക് ന്യൂസിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അവരെന്തിനാണ് ഈ അവതാരം ആങ്കറിങ്ങിന് വരുന്നത്? എന്തിനാണ് അവർക്ക്, എന്തിനാണ് ഇത് അറിയുന്നത്? അവർക്ക് ഇത്രത്തോളം ന്യൂസിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവുക എന്ന് പറയുന്ന ആ ഒരു സംഭവം. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കുകൾ അവർ നേരിടാറുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പോയിന്റ്. പിന്നെ പറയുന്നത് ഡിസ്കസ് 2 കേസ് സ്റ്റഡീസ് റിലേറ്റഡ് ടു ആസിഡ് അറ്റാക്ക് ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ്. ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല അറിയപ്പെട്ട ഒരു സംഭവമാണ് ലക്ഷ്മി അഗർവാളിന്റെ ആസിഡ് അറ്റാക്ക് കേസ്. ലക്ഷ്മി അഗർവാൾ എന്ന് പറയുന്നത് ഇപ്പോൾ ദീപിക പടുക്കോണ്ട് കൂടെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് ലക്ഷ്മി അഗർവാളിന്റെ. അതിലൊക്കെ അവർ പറയുന്നത് അവർ ഇത്തരം ഒരു ആസിഡ് അറ്റാക്കിന് ഇരയായി വന്ന് എന്നിട്ട് കോടതിയിൽ പോയി വലിയ കേസൊക്കെ ഉണ്ടാക്കി അവർക്കത് അങ്ങനെ ഒരു ആസിഡ് അറ്റാക്ക് സംഭവിച്ച വിക്ടിംസ് ഉണ്ടാവല്ലോ, വുമൻ, അവർക്ക് വേണ്ടി വല്ലാതെ ശബ്ദിച്ച ഒരു ആക്ടിവിസ്റ്റാണ് ലക്ഷ്മി അഗർവാൾ. അവരുടെ ഒരു കേസ് ഓർത്തു വെക്കുക. പിന്നെ ഉള്ളത് നിഷ ശർമ്മ എന്ന് പറയുന്ന ഒരു ഡൊമസ്റ്റിക് വയലൻസിന്റെ ഒരു കേസാണ്. ഡൊമസ്റ്റിക് വയലൻസ് ഏതെങ്കിലും ഒക്കെ എടുത്തോളെ, ഡൗറി എടുത്തോളെ, ഡൗറി പ്രധാനപ്പെട്ട ഡൊമസ്റ്റിക് വയലൻസ്. അതിൻ്റെ ഒരു കേസാണ് നിഷ ശർമ്മന്റെ കേസ്. ഇതുമായി ബന്ധപ്പെട്ടാണ്, ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ടാണ്. ഡൗറി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ന്യൂസ് ചാനലിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് നിഷ ശർമ്മ ഡൗറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ്. അപ്പൊ ആ 2 കേസും ഓർത്തു വെക്കാം. യൂണിറ്റ് നമ്പർ 12, സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്തൊക്കെയാണ് സെക്ഷൽ ഹറാസ്മെന്റ് ആണ് വർക്ക് പ്ലേസ് നേരിടുക. വാട്ട് ഈസ് ദ സെക്ഷൽ ഹറാസ്മെന്റ്? എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയാം? അൺവെൽക്കം സെക്ഷൽ അഡ്വാൻസസ്, റിക്വസ്റ്റ്, വേർബൽ ഓർ ഫിസിക്കൽ കണ്ടക്ട്. അപ്പോൾ കൺസെന്റ് ഇല്ലാതെ ചെയ്യപ്പെടുന്ന കാര്യം. കൺസെന്റ് എന്ന് പറയുമ്പോൾ ഒരാള് ഒരുപാട് കാലം ജീവിച്ച് അവരുടെ സമ്മതമൊക്കെ മനസ്സിലാക്കി അവരുടെ പെർമിഷനോട് കൂടി തൊടുന്നതിനെ കുറിച്ചല്ല സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയാം. അവരുടെ പെർമിഷൻ ഇല്ലാതെ ഏത് തരത്തിലുള്ള അൺവെൽക്കമിങ് ആയിട്ടുള്ള സെക്ഷൽ ഹറാസ്മെന്റ്. പിന്നെ അത് വേർബലും ആയിക്കോട്ടെ, സെക്ഷൽ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ മോശമാക്കി പറയാം, ഏതെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ ഇതാക്കി പറയുന്നതിനെ കുറിച്ച് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയാറുണ്ട്. അതിന്റെ കേസ് സ്റ്റഡീസ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന 2 സംഭവങ്ങളെ കുറിച്ച് എഴുതി കൊടുത്തു. ഡിസ്ക്രൈബ് ദ മിത്സ് റിലേറ്റഡ് ടു സെക്ഷൽ ഹറാസ്മെന്റ് വർക്ക് പ്ലേസ്. മിത്ത് എന്താന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട സമയം ഒരു മിത്ത് ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. വുമൻ ലൈ ഓൺലി ഹാപ്പൻസ് ഇൻ പ്രൈവറ്റ്, വുമൻ പ്രൊവോക്ക്. അതായത് വുമൻ ലൈ, പെണ്ണുങ്ങള് നോ മീൻസ് നോ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അതായത് സ്ത്രീകൾ ഒറ്റയടിക്ക് എസ് പറയൂല, അവർ നോ എന്ന് പറഞ്ഞാലും അതിനൊരു എസിന്റെ മീനിങ് ആണ്. അപ്പൊ നമ്മള് കൺസെന്റ് ചോദിക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ അവര് ഉള്ളിൽ എസ് ആയിരിക്കും, പക്ഷെ പുറത്ത് നോ പറയും എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എക്സിലും പിന്നെ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിരുന്നു നോ മീൻസ് നോ. സ്ത്രീകൾ നോ എന്ന് പറഞ്ഞാൽ അത് നോ തന്നെയാണ് അതിന്റെ അർത്ഥം എസ് എന്നല്ല എന്ന് പറഞ്ഞാൽ. ആ വുമൻ ലൈ എന്ന് പറയുന്ന മിത്ത്, ആ മിത്ത് ബ്രേക്ക് ചെയ്യാം. പിന്നെ വുമൻ പ്രൊവോക്ക്, സ്ത്രീകൾ സെഡ്യൂസിങ് ആണ്. അതായത് സ്ത്രീകൾ അത്തരം ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് അവരെ വരുന്നത് സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആണുങ്ങളെ സെക്ഷൽ ഇതിനു വേണ്ടി പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരായിട്ട് ഇങ്ങോട്ട് വരുന്ന ആളുകളാണ് എന്ന് പറയുന്ന ഒരു സംഭവം. അതും മിത്താണ്. അതിന് അത് 2 ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതാം. അതുമായി ബന്ധപ്പെട്ട സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇത് നിങ്ങൾക്ക് എന്തൊക്കെ പരിചയമുണ്ടോ അതൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കാം. പിന്നെ പറയുന്നത് ജെൻഡർ ആൻഡ് ലാംഗ്വേജ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ലാംഗ്വേജിനെ കുറിച്ച് പറയാം. ഡു യു അഗ്രി ദാറ്റ് ലാംഗ്വേജ് യൂസ്ഡ് ബൈ വുമൻ ഇൻ ലിറ്റററി വർക്ക്സ് ഡിഫേഴ്സ് ഫ്രം ദാറ്റ് ഓഫ് മാൻ? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. ആണുങ്ങളും പെണ്ണുങ്ങളും ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജിന് വ്യത്യാസമുണ്ടോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ യെസ് ആർ നോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, വുമൻ ഓഫൻ റൈറ്റ് വിത്ത് മോർ ഫോക്കസ് ഓൺ ഇമോഷൻ, ഡൊമസ്റ്റിക് സ്പേസ്, റെസിസ്റ്റൻസ്.
നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഒരു ലിറ്ററേച്ചർ ബുക്കുകൾ എടുത്തു നോക്കുക. ഇപ്പോൾ കമലാദാസ് എഴുതുന്ന നോവലുകൾ അല്ലെങ്കിൽ കമലാദാസിന്റെ വർക്കുകൾ, ലിറ്റററി വർക്കുകളൊക്കെ ഒന്നും കൂടി ഇമോഷണൽ ആണ്. അവരൊന്നും കൂടി അങ്ങനത്തെ വേർഡ്സുകളെ ഉപയോഗിക്കുള്ളൂ, അങ്ങനത്തെ ലാംഗ്വേജുകളെ ഉപയോഗിക്കുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ ചേതൻ ഭഗത്തിന് എടുത്തു നോക്കി. ചേതൻ ഭഗത്ത് പറയുമ്പോൾ ഭയങ്കര വൾഗർ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ എഴുത്തിലൊക്കെ 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ്, പിന്നെ 5 പോയിന്റ്സ് എന്ന് പറയുന്ന വർക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഭയങ്കര ഇത്തരം മോശമായിട്ടുള്ള വേർഡ്സ്, ലാംഗ്വേജസ് ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അവർ രണ്ട് തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ്. സ്ത്രീകളൊന്നും കൂടി ഇമോഷണൽ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നു, ആണുങ്ങളൊന്നും കൂടി ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഉപയോഗിക്കുന്നു. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ഡിസ്ക്രൈബ് ജെൻഡർ ഡിഫറൻസ് ഇൻ ലാംഗ്വേജ് യൂസ് വിത്ത് എക്സാമ്പിൾ. അത് ഉദാഹരണം പറഞ്ഞത് അങ്ങനെയാണ്. അവരും ഇമോഷൻ ഉപയോഗിക്കുന്നു, മറ്റേത് ഇങ്ങനെ ഉപയോഗിക്കുന്നു. വാട്ട് ഈസ് ജെൻഡർ ഡിഫറൻസ് ഇൻ വൊക്കാബുലറി? വുമൻ യൂസ് മോർ കളർ ഇമോഷൻ വേർഡ്സ്, മെൻ യൂസ് ടൂൾസ്, സ്പോർട്സ് ടേംസ്. ഇതാണ് ജെൻഡർ വൊക്കാബുലറീസിലുള്ള വ്യത്യാസം. വുമൻ എങ്ങനെയാണ് കളർ വേർഡ്സ് കൂടുതൽ ഉപയോഗിക്കുന്നു, മോർ കളർ വേർഡ്സ് പറയുമ്പോൾ ഒന്നും കൂടി പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നു, കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നു. മെൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ടൂൾസിന്റെ പേരൊക്കെ ഉപയോഗിക്കുന്നു. മാൻ അവരുടെ സംസാരത്തിൽ തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ലൈക്ക് ഒന്നും കൂടി, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ടേംസ് ഒക്കെ ഉപയോഗിക്കും. ചിലപ്പോൾ കവർ ഡ്രൈവ് എന്നൊക്കെ പറയും, കവർ ഡ്രൈവ്, അല്ലെങ്കിൽ കിക്ക് ഓഫ്, അല്ലെങ്കിൽ കിക്ക് ആസ് എന്ന് പറയുന്നത്, അങ്ങനത്തെ വേർഡ്സുകളായിരിക്കും ഏറ്റവും കൂടുതൽ മാൻ ഉപയോഗിക്കുന്നത്. കാരണം അതൊരു സ്പോർട്സുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മാനിന്റെ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, മാൻലി സംഭവങ്ങളില്ലേ, വെഹിക്കിൾസ്, സ്പോർട്സ്, പിന്നെ അത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, അങ്ങനത്തെ ടെക്നിക്കൽ ടേംസ് ആയിരിക്കും മാൻ ഉപയോഗിക്കുന്നത്. സ്ത്രീകളാകുമ്പോൾ അവരുടെ ചുറ്റുപാടിലൊക്കെ ഉണ്ടാകുന്ന ഇമോഷണൽ ആയിട്ടുള്ള വേർഡ്സുകളായിരിക്കും അവർ ഉപയോഗിക്കുക. അങ്ങനത്തെ വൊക്കാബുലറീസ് ആണ് ഉപയോഗിക്കുക എന്നുള്ള അറിയുന്ന ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ യൂണിറ്റ് നമ്പർ 14 അതിൽ ജെൻഡർ ആൻഡ് മീഡിയ ആണ്. എസ്സേ ഓൺ മീഡിയ ആൻഡ് വുമൻ. ഇതില് നമ്മൾ പ്രധാനമായിട്ട് എഴുതാനുള്ളത് ഒന്ന് ഒബ്ജക്ടിഫിക്കേഷൻ ആണ്, പിന്നെ അണ്ടർ റെപ്രസെന്റേഷൻ ആണ്, സ്റ്റീരിയോടിപ്പിക്കൽ റോൾസ് ആണ്. വുമൻ ആൻഡ് മീഡിയാസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒബ്ജക്ടിഫിക്കേഷൻ ആണ്. വുമൻ ബോഡിയെ ഒബ്ജക്റ്റ് ആയിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ സിനിമകളിൽ ഐറ്റം ഡാൻസ് വരുന്നത്, പിന്നെ അതായത് മാൻ ആണല്ലോ ഈ ക്യാപിറ്റലിസ്റ്റിന്റെ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു ജീവി. അപ്പൊ ഈ മാനിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വുമൻ ബോഡീസിനെ എക്സ്പോസ് ചെയ്യുക, ഇതിനൊരു ഒബ്ജക്റ്റ് ആയി കാണുക എന്നുള്ള ഒരു പരിപാടിയാണ് മീഡിയ ചെയ്യുന്നത്. മീഡിയ ചിലപ്പോൾ ഐറ്റം ഡാൻസിലൂടെ ആവാം. ഇനി ഏറ്റവും കൂടുതൽ ആഡ് വരുന്നത് നോക്കിക്കോളി, അതിൽ സ്ത്രീകളായിരിക്കും, അവരായിരിക്കും പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ അല്ല പൈപ്പിന്റെ ആഡ് ആയിരിക്കും, അതിൽ സ്ത്രീകൾ ചിലപ്പോൾ അർദ്ധനഗ്നരായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും അവർ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. ആ കമ്പിയും ഈ സ്ത്രീയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. എന്നാലും അത്തരം ഒബ്ജക്ടിഫിക്കേഷൻ, ഈ കമ്പിയിലേക്ക് ഒരു അട്രാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ ഒരു സ്ത്രീനെ വെക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി, അത് മീഡിയ ആണ് പ്രൊമോട്ട് ചെയ്തത്, അത് പുഷ് ചെയ്ത്, ആ ഒരു സംഭവത്തെ തന്നെ പുഷ് ചെയ്ത്. ഇത് എല്ലാ വിഷയത്തിലും ഉണ്ട്. ഏകദേശം എല്ലാ മീഡിയകളുടെ സംഭവങ്ങളിലൂടെയും വുമൻ ഒബ്ജക്ടിഫിക്കേഷൻ എത്രത്തോളം സീരിയസ് ആയി നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കണം. അത് ആഡ്സിലുണ്ട്, ഫിലിംസിലുണ്ട്, ന്യൂസുകളിലുണ്ട്, അങ്ങനെ എല്ലാ വിഷയത്തിലും മീഡിയ പുഷ് ചെയ്യുന്ന ഒരു ഒബ്ജക്ടിഫിക്കേഷൻ. അതേപോലെ അണ്ടർ റെപ്രസെന്റേഷൻ. വുമൻ ചില സമയത്ത് ഇപ്പോൾ അതേസമയം ആവശ്യമുള്ള സംഭവങ്ങൾക്ക് ചില സമയത്ത് സ്ത്രീകൾ കൊണ്ടുവരാറില്ല. അവിടെ ആണുങ്ങളെ തന്നെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു, അതിൽ വിജയിപ്പിക്കാന്നു. ഇപ്പോൾ ഏത് ഫിലിം ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും സ്റ്റാറുകളായിട്ട് എണ്ണപ്പെടുന്നത് എപ്പോഴും, കഷ്ടപ്പെടുന്നത് ആണും പെണ്ണും ആണെന്നുണ്ടെങ്കിലും എപ്പോഴും സ്റ്റാറുകളായി എണ്ണപ്പെടുന്നത് ആണുങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ അണ്ടർ റെപ്രസെന്റേഷൻ അവർക്ക് വിഷയമായിട്ട് വരുന്നുണ്ട്. സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള റോൾസ്. അപ്പോൾ നിങ്ങൾ പരസ്യത്തിലൊക്കെ കാണുന്നുണ്ടാവും, പരസ്യത്തിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് പെണ്ണായിരിക്കും, ആണവിടെ പത്രം വായിച്ച് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ടി വി നോക്കിയോണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ പുഷ് ചെയ്യുന്നു. സിനിമകളിൽ തന്നെ ഉണ്ടാവും, സിനിമകളിൽ അമ്മ ഉണ്ടാവും, അമ്മയെ ചോറെടുത്ത് വെക്കി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കയറി വരും, നായകൻ കയറി വരും. അപ്പം ഉണ്ടാവും നായകന്റെ പെങ്ങള് പറയുന്നുണ്ടാവും, അമ്മേ ഇതേ ഏട്ടൻ വന്നു എന്ന് പറയുന്ന സംഭവം. അപ്പോൾ സ്ത്രീകൾ, അത് പെൺകുട്ടികൾ എന്ത് റോളാണ് ചെയ്യേണ്ടത്, ഏട്ടൻ വന്നു സംഭവങ്ങൾ, ആ റോളാണ്. നിങ്ങൾ അറിയുന്നുണ്ടാവുന്നു സിനിമകളിലൂടെ എങ്ങനെയാണ് സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ട് ഈ റോളുകൾ പുഷ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു വിഷയം. അത് മീഡിയവുമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക, എഴുതാന്നുള്ളതാണ്. ഇനി എക്സാമിൻ ദ റോൾ ഓഫ് ജെൻഡർ വുമൻ ഇൻ ഇന്ത്യൻ മീഡിയ. അതാണ് ഇപ്പൊ പറഞ്ഞത്. മീഡിയ ഷോസ് വുമൻ ആസ് മദേഴ്സ്, വിക്ടിംസ്, മോഡൽസ് ഒക്കെ ആയിട്ട് വുമനെ തന്നെയാണ് കാണിക്കുക.
ഫ്യൂ വുമൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് റോൾസ് ഇൻ മീഡിയ. ചില ഇതിൽ ഡിസിഷൻ മേക്കിംഗ് റോളുകളിൽ സ്ത്രീകളെ കാണാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദ തിങ്സിൽ എന്ത് വരുന്നതെന്ന് വെച്ചാൽ മദേഴ്സ് ആയിട്ട് കാണിക്കുന്നു, ആഡുകളിൽ വിക്ടിംസ് ആയിട്ട് കാണിക്കുന്നു, മോഡൽസ് ആയി കാണിക്കുന്നു സ്ത്രീകൾ. അതേ സമയത്ത് തന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ത്രീകളായിട്ടുള്ള ഒരു വിക്ടിം ആണെന്നുണ്ടെങ്കിൽ പേര് പറയൂല, പക്ഷെ ആണായിട്ടുള്ള ഒരു വിക്ടിം ആണെന്നുണ്ടെങ്കിൽ പേര് പറയും. അത് മീഡിയന്റെ ഫോൾട്ട് തന്നെയാണ്. അത് മാനെതിരെയുള്ള മീഡിയന്റെ ഒരു പ്രശ്നമാണ്. മീഡിയന്റെ മാത്രമല്ല സമൂഹത്തിന് തന്നെ പ്രശ്നമാണ്. ആണുങ്ങൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അവർ വിക്ടിമിന്റെ പേരെടുത്ത് പറയും, പെണ്ണാവുമ്പോൾ അത് പറയാറില്ല. ഡസ് മീഡിയ റീഇൻഫോഴ്സ് ഫെമിനിനിറ്റി ആൻഡ് മാസ്കുലിനിറ്റി? മീഡിയ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ് മീഡിയ നല്ലോണം റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ആഡ് ഷോസ് മെൻ ആസ് സ്ട്രോങ്, വുമൻ ആസ് സോഫ്റ്റ്. വുമൻ ഒരു സോഫ്റ്റ് ക്യാരക്ടേഴ്സ് ആണ്, മാൻ കുറച്ചും കൂടി ഹാർഡ് വർക്കിംഗ് ആണ്, മാഷോസ് ആണ്, ഹീറോസ് ആണെന്ന് പറയുന്ന അത്തരം ഇപ്പോൾ പഴയ സിനിമകളിലൊക്കെ തന്നെ ഉണ്ടാവും. വുമൻ എന്തെങ്കിലും പ്രശ്നം വരുന്നു, ഫെമിനീൻ ആയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നു, അപ്പൊ രക്ഷിക്കാൻ വേണ്ടി വരുന്നത് ആണായിരിക്കും. അങ്ങനെ വുമൻ അങ്ങനത്തെ ഒരു റോൾ കൊടുക്കുന്നു, ഫെമിനിനിറ്റി. അവർ കുടുങ്ങിയാൽ ആണുങ്ങളെ വിളിക്കേണ്ടവരാണ്, സ്വന്തമായി രക്ഷപ്പെടാൻ കഴിയാത്തവരാണ് എന്ന് പറയുന്ന ഫെമിനിനിറ്റിയെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് തന്നെ വന്ന് എല്ലാ വില്ലന്മാരെയും അടിച്ചിട്ടിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മാസ്കുലിനിറ്റി റോൾ ആണുങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുന്ന സംഭവത്തെയും മീഡിയ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിന്റ്. ഇനി യൂണിറ്റ് നമ്പർ 15 പോവാണ്. അവിടെ റീഡിങ് ആൻഡ് വിഷ്വലൈസിങ് ജെൻഡർ. റൈറ്റ് എ നോട്ട് ഓൺ ക്ലോസ് റീഡിങ് ആൻഡ് വിഷ്വലൈസിങ്. എന്താണ് ക്ലോസ് റീഡിങ്? ക്രിട്ടിക്കലി എക്സാമൈനിങ് ടെക്സ്റ്റ് ഓർ ഇമേജസ് ഫോർ ജെൻഡർ മീനിങ്. അത് നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് പറയുന്ന സംഭവം. വാട്ട് ഈസ് റെപ്രസെന്റേഷൻ? റെപ്രസെന്റേഷൻ നോട്ട് ഓൺ ജെൻഡർ റോൾസ് ഇൻ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന കുറച്ച്. അതായത് നമ്മളെ റീഡിങ് എങ്ങനെയാണ് നമ്മളെ മനസ്സുകളിൽ നമ്മൾ ജെൻഡർ റോളിനെ വിഷ്വലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ജെൻഡേഴ്സിനെ കുറിച്ച് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലോസ് റീഡിങ് സംഭവങ്ങളുണ്ട്. എന്ത് ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കലി എക്സാമൈനിങ് ടെക്സ്റ്റ് ഫോർ ജെൻഡർ മീനിങ്. നമ്മൾ ക്ലോസ് റീഡിങ്ങിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഒന്നും കൂടി ക്ലോസ് ആയിട്ട് റീഡ് ചെയ്യുക എന്നുള്ളത്, ആക്റ്റീവായിട്ട് റീഡ് ചെയ്യുക എന്നുള്ളത്. ആക്റ്റീവായി റീഡ് ചെയ്യുന്ന സമയത്ത് ഓരോ സെന്റൻസുകളും ഓരോ വേർഡുകളും നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യണം. ഈ വേർഡ് ഇവിടെ തന്നെ ഉപയോഗിക്കേണ്ടതാണോ, പ്രോപ്പർ ആണോ, ഇത് കറക്റ്റ് ആണോ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് വുമൻ ഇതിന് റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ, മാസ്കുലിനിറ്റി റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ, ഫെമിനിനിറ്റി റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്ന സംഭവങ്ങൾ നമ്മൾ അങ്ങനെ ക്ലോസ് റീഡ് ചെയ്യാം. അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ റെപ്രസെന്റേഷൻ ഇൻ ഇമേജസ്, അതാണ് വിഷ്വലൈസിങ് എന്ന് പറയുന്നത്. അതായത് ജെൻഡർ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, നമ്മളെ മനസ്സിലേക്ക് തന്നെ അതിന്റെ വിഷ്വലൈസേഷൻ വരുന്നത്. സ്ത്രീ എന്ന് പറയുമ്പോൾ ആഡിലുള്ള ഒരു സ്ത്രീ എന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും ഒരു സ്ത്രീ, ഒരു അമ്മയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു ബൗളും പിടിച്ചിട്ട് അല്ലെങ്കിൽ കിച്ചണിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് നിങ്ങളെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ സന്തൂറിന്റെ പരസ്യത്തിൽ വരുന്ന ആ ഒരു അമ്മയായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ വിഷ്വലൈസിങ്ങിൽ തന്നെ ജെൻഡർ റോൾസ് വരുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജെൻഡർ റെപ്രസെന്റേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ക്ലോസ് റീഡിങ് അതിനെ കുറിച്ച് പറഞ്ഞു. ഇനി വാട്ട് ഈസ് റെപ്രസെന്റേഷൻ? റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൗ മീഡിയ കൺസ്ട്രക്ട്സ് മീനിങ് അബൌട്ട് ജെൻഡർ. ജെൻഡറിനെ കുറിച്ചുള്ള മീനിങ് എങ്ങനെയാണ് മീഡിയ തരുന്നത് എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് റെപ്രസെന്റേഷൻ പറയുമ്പോൾ സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കാണിക്കുക, മാനെ ആണുങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ച് കാണിക്കുക. അതിനെ കുറിച്ചാണ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഡെഫിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൗ മീഡിയ കൺസ്ട്രക്ട്സ് മീനിങ് അബൌട്ട് ജെൻഡർ. ജെൻഡറിന്റെ മീനിങ് കൺസ്ട്രക്ട് ചെയ്യുന്ന റോളാണ്, അതിനെ കുറിച്ചാണ് റെപ്രസെന്റേഷൻ എന്ന് പറയാം. പിന്നെ നോട്ട് ഓൺ ജെൻഡർ റോൾസ് ഇൻ അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റിൽ വുമൻ റോൾ എങ്ങനെയാണെന്നുള്ളത്. വുമൻ ഒന്നും കൂടി ഇപ്പൊ ബ്യൂട്ടി കെയറിന്റെ പരസ്യത്തിൽ, സ്കിൻ കെയറിന്റെ പരസ്യത്തിലൊക്കെ ആണുങ്ങൾ വരുന്നത് വളരെ കുറവായിരിക്കും. ഫെയർ ലവ്ലിന്റെ പരസ്യത്തിൽ ആണുങ്ങൾ ഫെയർ ലവ്ലി ഉണ്ട്, പക്ഷെ പെണ്ണുങ്ങളുടെ ഫെയർ ലവ്ലിന്റെ പരസ്യത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പെണ്ണായിരിക്കും. സോപ്പിന്റെ പരസ്യത്തിൽ ചന്ദ്രിക ആണെന്നുണ്ടെങ്കിലും സന്തൂർ ആണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ആണുങ്ങളെ കാണുന്നില്ല ജെൻഡർ അഡ്വർടൈസ്മെന്റിൽ. അപ്പോൾ പെണ്ണുങ്ങളാണ് ഇത്തരം ബ്യൂട്ടി കെയർ പോലത്തെ വിഷയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് വുമൻസിനാണ്. ഇനി മെന്നാണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത്, ലീഡർഷിപ്പ്, അങ്ങനത്തെ പരസ്യങ്ങൾ ശ്രദ്ധിക്കുക. സ്ട്രെങ്ത്തിന്റെ പരസ്യം, ഇപ്പൊ അംബുജ സിമെന്റിനെ കുറിച്ചുള്ള പരസ്യത്തിൽ അവിടെ ഒരു പെണ്ണ് സിമെന്റ് പിടിച്ചു വെക്കണമെന്നും നമ്മളെ മനസ്സിലേക്ക് വരില്ല, അല്ലെങ്കിൽ അങ്ങനെ അവർ വിഷ്വലൈസ് അങ്ങനെ അവർ അഡ്വർടൈസ്മെന്റ് ചെയ്യൂല. അവിടെ ഒരാണ് നല്ല സ്ട്രോങ് മസിൽ ഒക്കെ ഉള്ളവരാണ് പിടിച്ചിരിക്കുന്ന ഇതായിരിക്കും ഉണ്ടാവുക. അത് എന്ത് ചെയ്യുന്നു, ജെൻഡർ സ്റ്റീരിയോടൈപ്സിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിന്റെയും ഒരു കൃത്യമായിട്ടുള്ള ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്.
നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാന്നുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാം. എന്താ ചോദിക്കാണ്ടോ? ഇനിയിപ്പോ മെയിനായിട്ട് വായിച്ചു നോക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? എങ്ങനെ എന്നിട്ട് നല്ലോണം റിവൈസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ്, കൂടുതൽ വായിച്ച് മനസ്സിലാക്കുന്നത്. കേൾക്കുന്നു. റിവൈസ് കുറച്ചുകൂടെ വായിച്ച് മനസ്സിലാക്കാനുള്ളത് ഏത് ചാപ്റ്ററാണ്? ഞാൻ പറയുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. ഈ ഞാൻ പറഞ്ഞ ഈ കോൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, ഈ കോൺസെപ്റ്റുകളുടെ ഒക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. എന്താണ് ജെൻഡർ, എന്താണ് സെക്സ്, എന്താണ് സെക്ഷുവാലിറ്റി, എന്താണ് പെയ്ഡ് വർക്ക്, എന്താണ് അൺപെയ്ഡ് വർക്ക്, എന്താണ് ഡൊമസ്റ്റിക് വയലൻസ്, അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. റീഡിങ്, വിഷ്വലൈസിങ്, ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ. അങ്ങനത്തെ കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്ത് വെച്ചാൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് വിഷയങ്ങൾ മൊത്തം എഴുതാൻ പറ്റും. അപ്പൊ ഒരു ചാപ്റ്റർ എന്നുള്ളതിന് ഉപരി എല്ലാ കോൺസെപ്റ്റുകളും മനസ്സിലാക്കി വെക്കുക. പിന്നെ പരമാവധി എത്ര വായിച്ചാലും എന്ത് വായിച്ചാലും നമുക്കത് എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ ചോദിച്ച ആൾക്ക്? ഓക്കെ. ഇനി വേറെ എക്സാമ്പിൾ കൊടുക്കുമ്പോൾ സോഷ്യൽ മീഡിയ കാണുന്ന എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും, തീർച്ചയായും. എന്നാൽ കൊടുക്കുന്നത് നല്ല കാര്യമാണ്. ലൈക്ക് ലെസ്ബിയൻ, ആദില നൂർ, അതൊക്കെ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാനതൊക്കെ എഴുതി കൊടുത്തിരുന്നു. നമ്മൾ ആ ടൈമിൽ എഴുതുന്ന സമയത്തായിരുന്നു ആ വിഷയമൊക്കെ കത്തി വന്നേന്. അപ്പോ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും. സാറ് പറഞ്ഞപ്പോൾ ആദില നൂർ വിഷയം ഞാനും ആലോചിച്ചു. പക്ഷെ ഇത് ഇന്ത്യ ബേസ്ഡ് ആയിട്ട് ഉള്ള എക്സാമ്പിൾസ് ആണല്ലോ കൂടുതൽ ടെസ്റ്റിൽ വരുന്നത്. അപ്പൊ ആദില നൂർ എന്ന് പറയുമ്പോൾ കേരളത്തിലല്ലേ, അപ്പോ അങ്ങനെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല, നമുക്ക് കൊടുക്കാം. ഇനി നിങ്ങൾ ആദില നൂർ കൊടുക്കണ്ട, എന്നാൽ എന്താണ് വേറെ എന്തെങ്കിലും പേര് കൊടുത്തോളി. ഇപ്പോ സഞ്ജന ചൗധരി ആൻഡ് എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പേര് കൊടുത്തോളി. നോർത്തിലേക്ക് അങ്ങനെ, കാരണം ഇവാലുവേറ്റ് ചെയ്യണ ആൾക്കാര് മിക്കവാറും കേരളത്തിന്റെ പുറത്തുള്ളവരായിരിക്കണം അല്ലേ, അങ്ങനെയല്ലേ? അങ്ങനെ അവൻ ചാൻസ് ഇല്ലാന്ന് തോന്നി. ഞാൻ മനസ്സിലാക്കുന്നത് വടകരയെ തന്നെ എല്ലാം തീരുമാനമാവുന്നു. ചിലപ്പോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കേരളത്തിൽ നിന്ന് ഇഷ്ടം പോലെ എന്താ പറയാ എക്സാമ്പിൾസ് കിട്ടും. നേരെ മറിച്ച് മറ്റ് ഹിന്ദി ആ ഒരു തലത്തേക്ക് പോകുമ്പോ അവരെ പേരിന് നമുക്ക് ദഹിക്കാത്ത പേരുകളാ. സംഭവങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് എഴുതാം, പക്ഷെ പേരൊക്കെ അത്യാവശ്യം ആ ഒരു ലെവലിൽ കൊടുക്കണമെങ്കിൽ. അതേപോലെ നിർഭയ കേസൊക്കെ അതിൽ വരുന്നുണ്ട്, 2012 അതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മേഡപ്പ് നെയിംസ് ഇങ്ങനെ കൊടുത്താൽ മതി. അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം, പിന്നെ അങ്ങനെ കൊടുത്താലോ പ്രശ്നമൊന്നുമില്ല. അവര് ക്രോസ് ചെക്ക് ചെയ്യാനും പോകുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആയിട്ട് അവർ നോക്കൊന്നില്ല. ഇതിനുമാണ് നിങ്ങൾക്ക് ഒരിക്കൽ മാർക്കൊക്കെ കിട്ടുമ്പോൾ ഇതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാകും. പിന്നെ അതങ്ങോട്ട് അത് റെഡി ആയിക്കോളും. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് ഒരേ റോള് തന്നെ ചെയ്യണം എന്ന് പറയുന്ന അതിനെ കുറിച്ചാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയാം. മീൻസ് ഇപ്പം വുമൻ എന്ന് പറയുമ്പോൾ അവർ നർച്ചറിങ്ങിനുള്ള ആളുകളാണ്. മാൻ എന്ന് പറയുമ്പോൾ മാൻ ഈസ് ടു പ്രൊവൈഡ്, അവര് വീടിന് വേണ്ടി അധ്വാനിച്ച് ഭക്ഷണം കൊടുക്കേണ്ട ആളുകളാണെന്ന് പറയും. ആ റോളിലേക്ക് അവരെ പിടിച്ചങ്ങോട്ട് ആക്കുകയാണ്, റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി അവരെ പിടിച്ച് ആക്കുന്നത്. അതിനെ കുറിച്ചാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുക. ചില റോളുകളിലേക്ക് അവരങ്ങോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കുക, അതിനെ കുറിച്ചാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുക. ക്ലിയർ ആയോ? സാർ, ഈ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് ഞാൻ കുറേ വായിച്ചു, പക്ഷെ അതിനെക്കുറിച്ച് എനിക്കൊരു ശരിക്കൊരു ഐഡിയ കിട്ടണില്ല. അത് റെപ്രസെൻറ്റേഷൻ എന്നുള്ള വേർഡിൻ്റെ മീനിങ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നല്ലേ? അപ്പോൾ ആ ഒരു തലത്തിൽ എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് വൈഡായിട്ട് എഴുതുക? അതായത് ജെൻഡർ വിമൻസ് അല്ലെങ്കിൽ ജെൻഡറായിട്ട് ബേസ് ചെയ്തിട്ടാണല്ലോ കോൺസെപ്റ്റ് എഴുതേണ്ടി വരിക. അപ്പോൾ അത് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തരുമോ? നമ്മള് എത്രത്തോളം വുമൻ റെപ്രസെന്റേഷൻ കൊടുക്കുന്നുണ്ട് നമുക്ക് എഴുതിപ്പോ. ഇനി മീഡിയകളിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ വുമൻ റെപ്രസെന്റേഷൻ എത്രത്തോളം കൊടുക്കുന്നത് നമുക്ക് എഴുതാൻ പറ്റും. അതേസമയം നമ്മളെ പാർലമെന്റിൽ വുമൻ റെപ്രസെന്റേഷൻ എത്രത്തോളം കൊടുക്കും. നമ്മൾ ഇപ്പൊ അടുത്തുണ്ടായിരുന്ന സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. പാർലമെന്റിൽ എത്രത്തോളം വുമൻ റെപ്രസെന്റേഷൻ കൊടുക്കും. വുമൻ റെപ്രസെന്റേഷൻ ബില്ലോ റിസർവേഷൻ ബില്ലൊക്കെ പാസ്സായിരുന്നല്ലോ. വുമൻ റിസർവേഷൻ ബില്ലിന് എല്ലാവരും സപ്പോർട്ടാണ്. അത് വർഷങ്ങളായിട്ട് അത് പാസ് ചെയ്യണം എന്ന്
എല്ലാ ഗവൺമെന്റിനും ഭയങ്കര സപ്പോർട്ടാണ്, പക്ഷെ ഇതുവരെ പാസ്സാകുന്നില്ല. അപ്പൊ റെപ്രസെന്റേഷൻ വരണമെന്ന് ആരാണ് ആഗ്രഹിക്കുന്നത്, ആരാണ് ആഗ്രഹിക്കാത്തത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതൊരു റെപ്രസെന്റേഷന്റെ വിഷയമാണ്. അവർക്ക് റെപ്രസെന്റേഷൻ കൊടുക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്, അല്ലാതെ കൃത്യമായി കൊടുക്കുന്നൊന്നും കാണുന്നില്ല. അപ്പോൾ പാർലമെന്റിൽ റെപ്രസെന്റേഷൻ വരുന്ന വിഷയം, അതേപോലെ തന്നെ പാർട്ടികളിൽ റെപ്രസെന്റ്, ഇപ്പൊ കണ്ണൂരിൽ ഒരു പാർട്ടിയുടെ ഈ ഏരിയ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ച സമയത്ത് ഒരു 18 തോന്നുന്നുണ്ട്, 18 ആണുങ്ങളാണ്. അവിടെ തീരെ പെണ്ണുങ്ങൾക്ക് തീരെ റെപ്രസെന്റേഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ എത്രത്തോളം അല്ലെങ്കിൽ അണ്ടർ റെപ്രസെന്റഡ് ആണ് എന്നുള്ള വിഷയം, അത് മീഡിയൻ ആയിക്കൊള്ളുന്നില്ല, ഏത് വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, ഹലോ. സ്റ്റഡി ക്വസ്റ്റ്യൻ വരുമ്പോൾ മെറ്റീരിയൽ മെൻഷൻ ചെയ്ത കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മെറ്റീരിയൽ മെൻഷൻ ചെയ്ത് കേസ് തന്നെ എഴുതണോ, അതോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ ഉണ്ടാക്കിക്കോളി, ഒരു പ്രശ്നമല്ല. മെറ്റീരിയൽ മെൻഷൻ ചെയ്യണോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഉണ്ടാക്കിയ വിഷയങ്ങൾ മൊത്തം. പിന്നെ ഇഗ്നോന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും മാർക്ക് വരൂല. ചില സമയത്ത് നമുക്ക് എഴുതിയവർക്കാണ് മാർക്ക് കിട്ടിയെന്ന് തോന്നും, ചില സമയത്ത് എഴുതാത്തവർക്കാണ് കിട്ടിയെന്ന് തോന്നും, ചില സമയത്ത് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആളുകൾക്കാണ് കിട്ടിയെന്ന് തോന്നും, ചില സമയത്ത് പോയിന്റ് വൈസ് എഴുതിയതിനാണ് മാർക്ക് എന്ന് തോന്നും. അങ്ങനെ ഒരു തരത്തിലുള്ള വാല്യുവേഷൻ ആണ് ഇഗ്നോൻ്റെത്. നിങ്ങൾ ഏതായാലും ഇനി ഇഗ്നോ എടുത്തല്ലോ, ഇനിയിപ്പോൾ ഏതായാലും ഈ റിയാലിറ്റി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണം. ഈ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഈ റിയാലിറ്റി ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് ആവറേജ് മാർക്കേ കിട്ടുള്ളൂ, നമ്മൾ എത്ര എഴുതിയാലും ആവറേജ് മാർക്കേ കിട്ടുള്ളൂ. 60 to 70% ഇടയിൽ തന്നെ ആയിരിക്കും കിട്ടുക. മാർക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടുമോ, അല്ലെങ്കിൽ നേരെ പൊട്ടലായിരിക്കും. പിന്നെ 1-2 പ്രാവശ്യമൊക്കെ പൊട്ടും, റീവാലുവേഷൻ കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് ഞാൻ റിയാലിറ്റി പറയണേ, ഇനി തളർത്തി അവസാനം ഇനി നിങ്ങൾ തളർന്നിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ റിയാലിറ്റി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ്ക്ക് എങ്ങനെയാലൊക്കെ തീരും പഠിക്കണം. ആൻസേഴ്സ് പോയിന്റ് ആയിട്ട് എഴുതുന്നതാണ് നല്ലത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരത് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഇടുക, നിങ്ങൾ ഇത് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള പോലെ തന്നെ പോയിന്റ് ഇടുക, എന്നിട്ട് ആ ഒരു പോയിന്റ് ചെറുതായിട്ട് എഴുതി കൊടുക്കുക, എന്നിട്ട് ആ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ എഴുതിയാൽ മതി. അങ്ങനെ ഒരു പേജിൽ 2 ഇച്ച പോയിന്റ് വെച്ച് എഴുതിയാൽ മതി. ഒരു അത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യുക, പിന്നെ അടുത്ത പോയിന്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു 5-6 ലൈന്, 5-6-7-8 വരികളോളം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു മെയിൻ പോയിന്റ് ചെയ്ത് ആ പോയിന്റിൽ അടിയിൽ ഒരു വര ഇങ്ങനെ വരച്ചാൽ മതി, ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഓക്കെ. ഇനി എന്തെങ്കിലും? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ട്രഡീഷണൽ ഡിസ്കോഴ്സിനെ കുറിച്ച് അബൌട്ട് വാട്ട്? ജെൻഡർ ആണോ? ട്രഡീഷണൽ ഡിസ്കോഴ്സ് നമ്മൾ എവിടെയായിരുന്നു ചർച്ച ചെയ്തേ? ആരോ മൈക്കോൺ ആണോ? മൈക്കും നോക്കാൻ പറ്റും. ജസ്റ്റ് സെക്കൻഡ്. വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് സാറേ ട്രഡീഷണലും കണ്ടംപററി ഡിസ്കോഴ്സും വരുന്നത്. ഓക്കെ, ട്രഡീഷണൽ സംഭവത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡൊമസ്റ്റിക് വർക്കുകളെ നമ്മൾ ഡ്യൂട്ടി ആയി കാണുന്നു, അതിന് പേയ്മെന്റ് ഒന്നും നൽകുന്നില്ല. അത് വുമന്റെ ഒരു ഉത്തരവാദിത്വം, ഒരു ഡ്യൂട്ടി ആയിട്ടാണ് കാണുന്നത്, അല്ലാതെ അതിന് നമ്മൾ പൈസകളൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ അത്ര ഇത് ചെയ്യുന്നില്ല. ഫെമിനിസ്റ്റുകളാണ് ഇത് ക്രിട്ടിക് ചെയ്യുന്നത്. അവർ പറയുന്നത് കെയർ ആൻഡ് ഇമോഷണൽ ലേബർ ആണ് സ്ത്രീകൾ. അവർക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റുകളൊക്കെ കൊടുക്കണം ഇത്തരം ഡ്യൂട്ടികൾക്ക് എന്നുള്ള. അപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ, അതൊരു ഡ്യൂട്ടി ആണ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അതാണ് മെയിൻ കോർ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതൊരു ഡ്യൂട്ടിയാണ്. അവർക്ക് അതിന് കൂടുതൽ ഇതൊന്നും അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷെ
മോഡേൺ തിയറിസ്റ്റുകളൊക്കെ പറയുന്നത് അത് അവരുടെ ഡ്യൂട്ടി അല്ല, അവരുടെ ചോയ്സ് ആണ്. വേണമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ചെയ്യണ്ട. ഇനി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കരിയർ കോർപ്പറേറ്റ്സുകളൊക്കെ പറയുന്നത് നിങ്ങൾ കരിയറിലേക്ക് നോക്കൂ, വിവാഹം കഴിക്കണ്ട, എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് പറയുന്ന അങ്ങനെ കുറച്ച് മോഡേൺ ആർഗ്യുമെന്റ്സ്. അപ്പൊ രണ്ടും നിങ്ങൾ കൂട്ടി യോജിപ്പിച്ച് അങ്ങനെ എഴുതിയാൽ മതി. ക്ലിയർ ആയോ? സാർ ഇനി അടുത്ത ക്ലാസ്സുകൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ആ എക്സാമിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് ഇതുപോലെ ഒരു ക്ലാസ് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു. നമുക്ക് ആ പോയിന്റുകളൊക്കെ വെച്ച് പഠിക്കണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്ന് ഈ പോയിന്റുകളൊക്കെ കിട്ടി, നാളേക്ക് ഇതെന്തായാലും നോക്കിയെത്താൻ ഒരു വഴിയില്ല. അങ്ങനെ ഭയങ്കര ഉപകാരമായിരുന്നു. നിങ്ങളെ ഓർഗനൈസേഴ്സിന് പറഞ്ഞാൽ മതി, നിങ്ങളൊരു ഫീഡ്ബാക്ക് കൊടുത്താൽ മതി, അവരെന്തായാലും ചെയ്യും. അപ്പൊ ഇതേപോലത്തെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈക്യൂല് എൻറോൾ ചെയ്യാൻ പറ്റും. ഇത് ഓൾറെഡി ഇഗ്നോ പഠിച്ച് അതിൻ്റെ അലുമിനൈസ് ആണ് ഇത് നടത്തുന്നത്. ഓക്കെ, നിങ്ങളുടെ മൈക്കൊന്ന് ജസ്റ്റ് ഓഫ് ആക്കാൻ പറ്റും? ഓക്കെ. അപ്പൊ ഇതിന്റെ അലുമിനൈസ് ആണ് ഇത് നടത്തുന്നത്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഒരു പാറ്റേൺ ഇതൊക്കെ അറിയുന്നുണ്ടോ? അപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ തന്നെ 2 മെറ്റീരിയൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എൻറോൾ ചെയ്താൽ കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ് കിട്ടും. നമുക്ക് അറിയാമെങ്കിൽ സെൽഫ് സ്റ്റഡി ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന് സമയം കണ്ടെത്തേണ്ടി വരും, നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലാസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിന്റെ ഓർമ്മകളിലെങ്കിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ട് അവസാന സമയത്ത് ആ പോയിന്റുകൾ മാത്രം എടുത്ത് നോക്കി ഇപ്പോൾ എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലാസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇതിപ്പോ ജസ്റ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം വെച്ച ക്ലാസ്സാണ്. ഇനിയിപ്പോ നിങ്ങൾ 4 ദിവസം മുമ്പ് വെക്കണം എന്ന് പറഞ്ഞാല് 4 ദിവസം മുമ്പ് വെച്ചാൽ എക്സാമിന്റെ സമയമാകുമ്പോഴേക്കൊക്കെ മാർക്കും. അങ്ങനെയാണ്, മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ നാളെ ഇന്ന് കിട്ടിയ ആ ഒരു ഫയറിൽ പോയി എഴുതിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്യൂൽ എൻറോൾ ചെയ്യാൻ പറ്റും. അതിൽ കറക്റ്റ് എല്ലാ മെറ്റീരിയലിന്റെ ക്ലാസ്സും കറക്റ്റായിട്ട് നൽകുന്നുണ്ട്. മാത്രമല്ല ഈ വളരെ ഫെയർ ആയിട്ടുള്ള പ്രൈസിലാണ് അവർ നൽകുന്നത്. ഭയങ്കര റീസണബിൾ ആയിട്ട് കുറവ് ഇതിലാണ് കൊടുക്കുന്നത്. മാത്രമല്ല അവസാന ഇയറിൽ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റുകളൊക്കെ വരുന്നുണ്ട്. ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള സഹായം, അസൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള സഹായം, അങ്ങനെ എല്ലാ രീതിയിലും ഇത് കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് പോലത്തുള്ള ഒരു സംരംഭമാണ്. എങ്ങനെയാ എൻറോൾ ചെയ്യാന്ന് പറയോ? അത് ഇവരുടെ നമ്പർ ഉണ്ടല്ലോ, സൈക്യൂ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. സൈക്യൂ എന്ന് പറയുന്നത് ഇതിലൊരു അക്കൗണ്ട് ഉണ്ടല്ലോ, അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. അവര് കൃത്യമായിട്ടുള്ള ഓക്കെ. ഇനി എന്തെങ്കിലും നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാല്ലേ? 1 മണിക്കൂർ കൂടുതലായി. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ അത്ര വലിയ ടാസ്ക് ഒന്നും അല്ല. വൺസ് നിങ്ങൾ ഇതൊന്ന് എഴുതി ഒരു എക്സാം എങ്കിലും എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാവും. പിന്നെ അതൊക്കെ ഈസി ആയിട്ട് അങ്ങനെ അതിന്റെ ബൈക്ക് കൊണ്ട് പോയിക്കോളും. അപ്പൊ ഇത് ഇത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. പിന്നെ അങ്ങോട്ട് എഴുതുക, എല്ലാവരും ഉഷാറാക്കി എഴുതുക. ഓൾ ദി ബെസ്റ്റ്. എക്സാം നന്നായി രീതിയിൽ എഴുതുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ക്ലിയർ ആക്കാൻ വഴിയുണ്ടോ? വഴി നമ്മൾ സൈക്യൂനെ കോൺടാക്ട് ചെയ്താൽ മതി. സൈക്യൂ അതിനനുസരിച്ചുള്ള ആളുകളെ, നിങ്ങൾക്ക് പേഴ്സണൽ മെന്റേഴ്സിനൊക്കെ സൈക്യൂന്റെ കീഴിൽ അങ്ങനത്തെ ഒരു സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ മെന്റേഴ്സിനെ വരണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ പേഴ്സണൽ ആയിട്ടുള്ള ആളുകൾ, ആ മെന്ററിനെ സമീപിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തുണ്ടെങ്കിലും സൈക്യൂനെ കോൺടാക്ട് ചെയ്തോളി, അവര് അനുസരിച്ചുള്ള ചെയ്തു തരും. ഓക്കെ, അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്.